നല്ല വിശപ്പുണ്ടെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ, ഒരുപാട് ഭക്ഷണം വച്ചാലും 5 മിനിറ്റിനകത്ത് നമ്മൾ തിന്നു തീർക്കും. ഇനി എല്ലാം ഫില്ലാണ്. ആമേൻ. അന്നേരമാണ് നമുക്ക് ദം ബിരിയാണിയും പിന്നെ വേറെ എന്നൊക്കെ ഉണ്ട്, ജ്യൂസും അതും ഇതുമൊക്കെ കൊണ്ട് വെച്ചിരുന്നാൽ അരമണിക്കൂറായാലും തിന്നു തീരത്തില്ല. കാരണം എന്നാ? വിശപ്പില്ല. വിശപ്പും ദാഹവും ദൈവം കാണുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നീ വിശപ്പോടിരിക്കുവാണെങ്കിൽ വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വചനത്തിനായിട്ടുള്ള ദാഹം അതിന്ന് പകൽ നിൻ്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ഞാൻ പറയാം, ആമേൻ, പിടിക്കുന്നത് ഇടുന്നത് നിങ്ങൾ ക്യാച്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് നിലത്ത് വീണു പോകത്തില്ല, നല്ല നിലത്ത് വീഴും. അത് ആമേൻ ചവിട്ടിക്കളയത്തില്ല. അത് നിനക്ക് പ്രയോജനപ്പെടാൻ പോവുകയാണ്. നിൻ്റെ കുടുംബത്തിന് അത് വിടുതലാകാൻ പോവുകയാണ്. നിൻ്റെ ശരീരത്തിന് സൗഖ്യമാകാൻ പോവുകയാണ്. നിൻ്റെ മക്കളുടെ ജീവിതത്തിന് അത് വിടുതലാകാൻ പോവുകയാണ്. നിനക്ക് ചില പുതിയ പ്രതീക്ഷകളെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. അവൻ യോസേഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നാ യോസേഫ് പറഞ്ഞു, നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു, അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റം നിവർന്നു, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. അല്ലേ? നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് യോസേഫ് എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ. യോസേഫിനെ അറിയാത്തവരൊക്കെ വളരെ ചുരുക്കമാണ്. യാക്കോബിൻ്റെ 12 മക്കളിൽ 11ാമനായി ജനിച്ചവനാണ് ആരാ? യോസേഫ്. എന്നാൽ ബാക്കി 12 മക്കളെക്കാൾ ഉപരി യോസേഫിനൊരു പ്രത്യേകതയുണ്ട്. എന്തോ ദൈവമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട്. അതിപ്പോൾ നമ്മുടെ വീട്ടിലായാലും എല്ലാവർക്കും കാണണമെന്നില്ല. ചിലപ്പോൾ ഒരു വ്യക്തിക്കായിരിക്കും ഇച്ചിരി കൂടുതൽ സമയം പ്രാർത്ഥിക്കാനൊരു മോഹം. ആമേൻ. ഒരു വ്യക്തിയായിരിക്കും ഇച്ചിരി സമയം ബൈബിളൊക്കെ വായിക്കുന്നത്. അതുപോലെ യാക്കോബിൻ്റെ 12 മക്കളിൽ ആമേൻ ഒരു മനുഷ്യനായ ഈ യോസേഫിന് മറ്റുള്ളവരെക്കാളുള്ള വ്യത്യസ്തത എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ, പുള്ളിക്കാരൻ ഇച്ചിരി അല്പം ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്രായങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ പുള്ളി കാണാൻ തുടങ്ങി. ആമേൻ. പുള്ളി സ്വപ്നം കാണുന്ന പ്രായം അവിടെ കൊടുത്തിട്ടുണ്ട്. 17ാമത്തെ വയസ്സിൽ പുള്ളി നല്ല സ്വപ്നങ്ങൾ കാണുക. നമുക്ക് പിന്നെ പ്രായമൊന്നുമില്ല, എപ്പോഴും വേണമെങ്കിലും സ്വപ്നം കാണാമല്ലോ. നല്ലതാണ് സ്വപ്നം കാണുന്നവർക്കായി സ്തോത്രം. നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ? ഹല്ലേലൂയ. ഒരാളേ ഉള്ളൂ കാണാൻ. സ്വപ്നം കാണുന്നവരൊക്കെ ഒരു സ്തോത്രം പറയേ. ഗ്ലോറി ടു ജീസസ്. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ആമേൻ. നല്ല വസന്ത് പറഞ്ഞു എന്നാലും സ്വപ്നം കണ്ടത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വപ്നം കാണുന്നതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ കാണുന്ന സ്വപ്നം അത്ര നല്ലതല്ല എന്നാണ് വാസ്തവം. ഹല്ലേലൂയ. അല്ലേ? നല്ല സ്വപ്നങ്ങൾ വരട്ടെ. പ്രാർത്ഥിച്ചിട്ട് കിടക്കുക, നല്ലത് കിട്ടും. പ്രാർത്ഥിക്കാതെ കിടക്കുക, പാമ്പ് ഓടിക്കുന്നത് കിട്ടും. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥിച്ചിട്ട് കിടന്ന ദൈവിക ദർശനങ്ങൾ വരും. പ്രാർത്ഥിക്കാതെ കിടന്നാൽ നിന്നെ പീഡിപ്പിക്കുന്നതും ഉറക്കത്തിൽ നിന്ന് ആലറി വിളിക്കുന്നതും പിന്നെ അടുത്ത് കിടക്കുന്നവനെ ചവിട്ടുന്നതും ഒക്കെയുള്ള പല ദർശനങ്ങളുമായിരിക്കും നീ കാണുന്നത്. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് കിടക്കുക, നിന്റെ അകത്ത് വരുന്ന ദർശനം ദൈവികമാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവമായിട്ടൊരു ബന്ധം നിനക്കുണ്ടെങ്കിൽ നിന്റെ അകത്ത് വരുന്ന ദർശനങ്ങൾ ദൈവികമാകാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, തൃശ്ശൂരിനകത്ത് ചില സ്വർഗീയ ദർശനങ്ങൾ പ്രാപിപ്പാൻ ഇന്ന് പകലിൽ ഇതിനകത്ത് ദൈവം ചിലരെ കാണുന്നു. യോസേഫ് കണ്ടതുപോലത്തെ ചില ദർശനങ്ങൾ ആത്മാവിൽ കാണുന്ന ഒരു തലമുറ തൃശ്ശൂരിന്റെ മണ്ണിനകത്ത് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഹോളി സ്പിരിറ്റ് റീമാന ഹത്തുന രക്ഷസ്കമനഘടക യേശുവിന്റെ നാമത്തിൽ ജയ. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആമേൻ, വെളിപ്പാടുകളെ കാണുന്ന തലമുറകൾ കർത്താവ് ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ, ഈ മണ്ണിൽ എഴുന്നേൽക്കട്ടെ. തൃശ്ശൂരിനെ കുറിച്ച ദൈവിക ദർശനങ്ങൾ ഈ ദിവസങ്ങളിൽ ജനത്തിന്റെ ആത്മമണ്ഡലങ്ങളിൽ ഇട്ടുകൊടുക്കട്ടെ. യേശുവിന്റെ നാമത്താൽ ജയ, യേശുവിന്റെ നാമത്താൽ ജയ. യോസേഫിന്റെ 17ാമത്തെ വയസ്സിൽ യോസേഫ് സ്വപ്നം കാണുകയാണ്. ആമേൻ. നമ്മളൊക്കെ 17ാമത്തെ വയസ്സിൽ കണ്ട വലിയ മുതിർന്നവരോടൊക്കെ ചോദിക്കട്ടെ, വല്ല സ്വപ്നം നമുക്ക് ഓർമ്മയുണ്ടോ? ആമേൻ. ഒരു സ്വപ്നം പോലും നമുക്ക് ഓർമ്മയില്ല. എന്നാൽ ചില സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വച്ചേക്കണം, അത് ദൈവം തരുന്നതാണെങ്കിൽ. ഹല്ലേലൂയ. ശ്രദ്ധിക്കും, ദൈവം തരുന്ന സ്വപ്നങ്ങളാണെങ്കിൽ നമുക്ക് ഓർമ്മ വേണം. ആമേൻ. ബൈബിൾ പറഞ്ഞു 17ാമത്തെ വയസ്സിൽ യോസേഫ് കണ്ട സ്വപ്നം. അവൻ്റെ ചേട്ടന്മാർക്ക് ആമേൻ നല്ല ഏജ് ഉണ്ട് കേട്ടോ. ആമേൻ. 20 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സ്, 35 ഒക്കെ കാണും. നല്ല പ്രായമുള്ള ചേട്ടന്മാരുണ്ട്. തനിക്ക് 10 ജ്യേഷ്ഠന്മാരുണ്ട്. ഈ 10 ജ്യേഷ്ഠന്മാരും ആമേൻ ആടുകൾ മേയിച്ചുകൊണ്ട് ആമേൻ തങ്ങളിങ്ങനെ വനത്തിനകത്തിരിക്കുമ്പോൾ ഒരു ദിവസം ആമേൻ ഞാൻ പറയട്ടെ, ഈ അപ്പൻ്റെ വീട്ടിൽ കിടക്കുന്ന ജോസഫ് അപ്പന് ഭയങ്കര വാത്സല്യമുള്ളവരായിരുന്നു. മറ്റു 10 ജ്യേഷ്ഠന്മാർക്ക് കൊടുക്കാത്തൊരു നിലയെങ്കിൽ അപ്പൻ ജോസഫിന് കൊടുത്ത്, മക്കളെ നീ എൻ്റെ കൂടെ ഉണ്ടാകണേ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരു ദിവസം ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഈ യോസേഫ് സ്വപ്നം കാണുന്നത്. കണ്ട സ്വപ്നം എന്താ?
അവൻ്റെ സ്വപ്നത്തിൽ ഇവിടെ വായിച്ച സ്വപ്നം മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. അവൻ നാം വയലിൽ, അപ്പോൾ ഒറ്റയ്ക്കല്ല, നാം എന്ന് പറഞ്ഞാൽ അവന് അവൻ്റെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. നാം വയലിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കറ്റ കെട്ടിക്കൊണ്ടിരിക്കുക. ഈ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ യോസേപ്പ് കണ്ട സ്വപ്നം, എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിക്കുന്നു. കരമുയർത്തിയിട്ടൊരു ഹല്ലേലൂയ. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു. നാം വയലിൽ, ഞാനല്ല, നാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 12 കൊണ്ട് ആമേൻ വയലിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കറ്റ കെട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ കണ്ട ദർശനം, എൻ്റെ കറ്റ നിവർന്നു നിൽക്കുന്നു, നിങ്ങളുടെ കറ്റകൾ എന്നെ നമസ്കരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സ്വപ്നം കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി രാവിലെ എഴുന്നേറ്റ് ആമേൻ മുഖമൊക്കെ കഴുകി ഒരു കട്ടനൊക്കെ കുടിച്ച് വെച്ച അപ്പനെ വിളിച്ചു, അമ്മയെ വിളിച്ചു, രൂപേനെ വിളിച്ചു, തൻ്റെ കൂടപ്പിറപ്പുകാരെ യഹൂദയെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ബാ ഞാനൊരു സ്വപ്നം കണ്ടു. ഇവൻ രാവിലെ സ്വപ്നം വിവരിച്ച് പറഞ്ഞു തുടങ്ങി. പറഞ്ഞ സ്വപ്നം എന്താ? അവൻ കറ്റ, നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ കറ്റ മാത്രം നിവർന്നു നിൽക്കുന്നു, നിങ്ങളുടെ കറ്റകൾ എന്നെ നമസ്കരിക്കുന്നു. അധികം വെളിപ്പാടൊന്നും വേണ്ട. അവൻ കൂടപ്പിറപ്പുകൾക്ക് മനസ്സിലായി. അവർ ചോദിച്ച ചോദ്യം, നീ ഞങ്ങൾക്ക് രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, ഇന്ന് പകൽക്കാലം ഒറ്റ സ്വപ്നത്തിൻ്റെ പേരിൽ കൂടപ്പിറപ്പുകൾ അവനെ ഔട്ടാക്കാൻ തുടങ്ങി. ഒരൊറ്റ സ്വപ്നത്തിന്റെ പേരിൽ കുടുംബം അവനെ തല്ലാൻ തുടങ്ങി. ഈ പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാ, ചില ദൈവിക ദർശനങ്ങൾ നിമിത്തമാണ് പല ശത്രുതകളും നിങ്ങൾക്ക് വന്നതെങ്കിൽ ഭാരപ്പെടണ്ട. സ്വർഗം നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവുക. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയുന്നു, ദൈവിക ദർശനങ്ങൾ നിമിത്തം ചിലത് നീ കഷ്ടപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽ അതിശക്തമായി പറയുന്നു, ഇന്ന് നിന്റെ ശത്രുത നിനക്ക് മുമ്പിൽ വെളിപ്പെട്ടത് എന്തുകൊണ്ടാ? ദർശന നിമിത്തമാണോ? ദൈവാത്മാവ് പറയുന്നു, ഈ ദർശനം നിമിത്തം വെളിപ്പെട്ട ചില വിഷയങ്ങൾക്ക് സ്വർഗം ഈ ദിവസങ്ങളിൽ മറുപടി തരാൻ പോവുകയാ. Wow, Holy Spirit, Holy Spirit, Holy Spirit. Rikalaba Shandal Kamana Waidal Proudi Birikatago Rachas Kamana Gataga Shandaradhiana. Hallelujah. Hallelujah. പുള്ളി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ വീട്ടുകാർക്ക് പുള്ളി എതിരായി. കുടുംബക്കാരല്ലെങ്കിൽ കൂടപ്പിറപ്പുകളെല്ലാം പുള്ളിക്ക് എതിരായി. ഇതിനകത്തിരിക്കുന്ന ചിലർക്കൊക്കെ പറയാനൊരു കാര്യമുണ്ട്. പാസ്റ്ററെ, യേശുവിന് വേണ്ടി ഇറങ്ങിക്കൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി. യേശുവിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് പലരും എന്നെ തള്ളി, കുടുംബം തള്ളി, കുടുംബക്കാർ തള്ളി. ഞാൻ നിങ്ങളോട് പറയാ, അതൊരു തോൽവി എന്ന് കരുതണ്ട. നീ വിജയത്തിന്റെ വഴിയിലാ. നിന്നെ തള്ളിയവർ ഒരു ദിവസം നിന്റെ മുൻപിൽ നിന്ന് നമസ്കരിക്കുന്ന ഒരു ചിത്രം നിന്റെ ദൈവം തരുവേ. ഇന്ന് പകൽ ആത്മാവിൽ അത് കാണാൻ കഴിവുള്ളവർ കണ്ടോ? അവൻ യേശുവിന് വേണ്ടി ഇറങ്ങിയവർ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ യേശു അനുവദിക്കത്തില്ല. ഓ വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് പകൽ ഹോളിനകത്ത് ചലിക്കപ്പെടാൻ പോകുകയാ. ഇന്ന് നിന്റെ കുടുംബം നിന്റെ ഒപ്പം വന്നില്ല, നിന്റെ കൂടപ്പിറപ്പ് നിന്റെ ഒപ്പം വന്നില്ല, നിന്റെ തലമുറകൾ നിന്റെ ഒപ്പമില്ല. പക്ഷേ അധികം താമസമില്ല, വീണ് കിടക്കുന്ന കറ്റകൾ, നിവർന്നു നിൽക്കുന്ന കറ്റയെ നമസ്കരിക്കുന്ന ഒരു സീസൺ ദൈവം നിനക്ക് തുറക്കാം. ഓ yes. യേശുവിന്റെ നാമത്തിൽ ജയ ഇന്ന് പകലത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു ശത്രുതയുമില്ലാതിരുന്ന പുള്ളിക്ക് ഭയങ്കര ശത്രുക്കളാണ്. എന്നാ കാരണം? പുള്ളി ഒരു സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. അല്ലേ? ഒരു ശത്രുക്കളും ഇല്ലാതിരുന്ന പുള്ളിക്ക് എപ്പോഴും നിറച്ച് ശത്രുക്കളാണ്. എന്നാ കാര്യം? ഒരു സ്വപ്നം കണ്ടു. ചില ആരാധനകളുടെയും സ്വപ്നങ്ങളുടെയൊക്കെ ദർശനങ്ങളുടെയൊക്കെ പേരിലല്ലേ പല ശത്രുതകളും നമുക്കും വിരോധമായി കിടക്കുന്നത്. ആമേൻ. മനുഷ്യൻ നിനക്ക് ശത്രു അല്ലെങ്കിൽ പിശാച് പലപ്പോഴും നിനക്ക് ശത്രുവായി മാറിയിട്ടില്ലേ? ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുക, ശത്രുക്കൾ നിന്റെ ദർശനത്തിന് വിരോധമായി തല ഉയർത്തിയെങ്കിൽ നീ സത്യം അറിയണം, ആ ദർശനം സത്യമാകാൻ പോവാ.
ആ ദർശനം പാടല്ല. ആ ദർശനത്തെക്കുറിച്ച് ശത്രു ഭയക്കുന്നുണ്ട്. ആ ദർശനത്തെക്കുറിച്ച് ലോകത്തിന് ഭയമുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ചില ദർശനങ്ങൾ കണ്ടിട്ട് പിശാച് നിനക്ക് വിരോധമായി തലപൊക്കിയെങ്കിൽ നിന്റെ ദർശനം സത്യമാകാൻ പോവുക. നിന്റെ ദർശനം നടക്കാൻ പോവുകയാ. ആത്മാവിൽ ഞാൻ കൈമാറുന്നു. നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന ദർശനം അത് 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 നടക്കാനുള്ള ദർശനം. Glory, hallelujah. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ചില ദർശനങ്ങൾ, ആമേൻ, ആ ദർശനം കിട്ടുന്നവന് പുള്ളിക്ക് ഒരു പ്രതികൂലമില്ല. പക്ഷെ ദർശനം എപ്പോൾ കിട്ടിയോ തൊട്ടടുത്ത ദിവസങ്ങളിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതന്നെ, തന്നെ കൂടെ നിർത്തേണ്ട കൂടപ്പറപ്പ് തന്നെ 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. അല്ലെങ്കിൽ ആദ്യം സംഭവിച്ചത് പൊട്ടക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അല്ലേ? എവിടേക്ക് വലിച്ചെറിഞ്ഞു? പൊട്ടക്കിണറിലേക്ക് യോസേഫിനെ വലിച്ചെറിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, ദർശനം കണ്ടതോ രാജാവാകുമെന്നും വാഴുമെന്നും, കിട്ടിയതോ പൊട്ടക്കിണർ. പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ വീണുപോകുന്ന ചില സാഹചര്യങ്ങളാണ്. എന്നാൽ യോസേഫിനെ പോലെ വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നാൽ, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നാൽ, എനിക്ക് വലുത് എൻ്റെ അപ്പൻ്റെ ഭവനമെന്നല്ല, എനിക്ക് വലുതിൻ്റെ ദർശനമെന്ന് പറയാൻ ഈ കൂടിയിരിക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നീ കണ്ട ദർശനം നീ പ്രാവർത്തികമാക്കാൻ. നിന്റെ ദർശനം സാക്ഷാത്കരിക്കപ്പെടും. നിന്റെ ദർശനം വീണു പോകത്തില്ല, അത് പണിയപ്പെടും. ചുടമന ഹന്തന റിഗതന ജലഘടക ലക തുരമന ഘടക ഷൈഡ പ്രൗഢിബിരിഘടകസി യേശുവിന്റെ നാമത്തിൽ ജയം. അല്ലേ? നിന്റെ ദർശനം, കർത്താവ് തരുന്ന ദർശനത്തെ കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. യോസേഫ് കണ്ട ദർശനം കഴിഞ്ഞപ്പോൾ ആദ്യം കിട്ടിയത് പൊട്ടക്കിണറാ. പൊട്ടക്കിണറിൽ നിന്ന് പുള്ളി പറയുന്നു, അടുത്തെനിക്ക് കിട്ടിയത് എന്നെ അടിമയാക്കി വിറ്റ് കളഞ്ഞു. ശ്രദ്ധിക്കുക, എന്നെ എങ്ങനെയാക്കി വിറ്റു? അടിമയാക്കി. എത്ര വെള്ളിക്കാശിനാ? 20 വെള്ളിക്കാശിനാ. ഇനി ഒരു സത്യം നിങ്ങളോട് പറയാ, യോസേഫിന്റെ ശരീരത്തിനല്ല കൂടപ്പുറപ്പ് വിലയിട്ടത്, അവന്റെ ദർശനത്തിനാ വിലയിട്ടത്. ഇന്ന് ആത്മാവിൽ ഞാനൊരു ദൂതായി നിങ്ങളോട് പറയാ, ഒരു ദൈവവൈതന്റെ അകത്ത് കിടക്കുന്ന ദർശനത്തിന് വിലയിടാൻ ലോകത്തിന്റെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. അവരിടുന്നത് വിലയല്ല, അവർക്ക് വിലയിടാൻ പറ്റുകയില്ല. ഇന്ന് പകൽ 20 വെള്ളിക്കാശ് അവർക്ക് തോന്നിയാൽ അതൊരു വിലയല്ല. വാവ്. നിന്നെ കുറിച്ച് പലരും ഇങ്ങനൊക്കെ പറയുമ്പോൾ നീ ചിന്തിക്കുക, ഇത് എന്നോടല്ല, എൻ്റെ അകത്ത് കിടക്കുന്ന ദർശനത്തെ കുറിച്ച്. ഇന്ന് പകൽ ഈ വില നിനക്കല്ല യോസേഫേ, നീ ചുമക്കുന്ന ദർശനത്തിന് വേണ്ടിയാ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ കൈമാറുന്നു. ദർശനമുള്ള ചിലരെ ചിലപ്പോൾ സമൂഹം വിറ്റന്നിരിക്കാം, എങ്കിലും ഭാരപ്പെടണ്ട. അവരിടുന്ന വിലയേക്കാൾ വലുതാ നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന ദർശനം. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഓ ശബറഹദൽ കമനഗടക ശാന്തൽ പ്രൗഢിബിരിഗടക റക്ഷസ് കമനഗടകസി. ഹല്ലേലൂയ. നമ്മുടെ ദർശനം 20 വെള്ളിക്കാശിനെ ഉള്ളുവെന്ന് അവർ പറയും. കൃപയില്ലാത്ത 20 വെള്ളിക്കാശിനെ പറ്റത്തുള്ളൂ എന്ന് പറയും. പക്ഷെ കൃപയുള്ള നീ ചിന്തിക്കുക, ഇതൊന്നും അല്ല അതിൻ്റെ വില. അതിൻ്റെ വില എന്നതാണ്? ഇന്ന് വിറ്റവർ തന്നെ വില കൊണ്ടുവന്ന് മേടിക്കാമെന്നൊരു സീസണുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയുക, വിൽക്കുന്നവർ തന്നെ ഒരു സീസണിൽ ചാക്കിൽ പണവുമായി ഈ ദർശനത്തിൻ്റെ മുമ്പിൽ വരുവേ. ആത്മാവിൽ ഞാൻ കൈമാറട്ടെ. ആമേൻ. നിന്നെ വിറ്റവരോട്, ഇന്ന് പകൽ നിന്റെ ദർശനത്തിന് വിലയിട്ടവരോട് സ്വർഗം പറയുന്നു, ഇന്നത് വിലയല്ല. അതിന്റെ വില പറയുവാൻ ദൈവം നിന്നെ കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. ജോസഫ് അടിമയാക്കി വിറ്റ് കളഞ്ഞു. ശ്രദ്ധിക്കുക, ഈ ഒരു 1-2 കാര്യം കൂടെ ജോസഫിന്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ട് ദൂതിലേക്ക് കയറാം. ശ്രദ്ധിക്കുക, യോസഫിന് 20 വെള്ളിക്കാശിനെ കൂടപ്പുറം അവർക്ക് കിട്ടേണ്ട ലാഭം കിട്ടി. അവർ പറഞ്ഞു, ഇനി ദർശനമുള്ളവനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളങ്ങ് തള്ളുക.
ഇനി ഈ സ്വപ്നമുള്ളവനെ ഞങ്ങൾക്ക് വേണ്ട. പിന്നെ അവരുടെ ചിന്തയുണ്ട്, ഇവൻ വീട്ടിലുണ്ടെങ്കിലല്ലേ ഞങ്ങൾ വാഴും, ഞങ്ങളെ വാഴത്തുള്ളൂ. ഇവൻ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ അവനെ കുമ്പിടേണ്ടി വരത്തുള്ളൂ. അതുകൊണ്ട് അവനെ പട്ടണത്തിനെ പുറത്താക്കി കളഞ്ഞു, ആ വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കി കളഞ്ഞു. ദേശത്തിൽ അവനെ കുറിച്ചുള്ള അറിവേ ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാ, സ്വർഗം നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേ സംഭവിക്കത്തുള്ളൂ കേട്ടോ. മറ്റാര് വിചാരിച്ചാലും നടക്കത്തില്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്. ആമേൻ. സ്വർഗം നിന്നെക്കുറിച്ച് ഒരു ദർശനം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗതി തിരിക്കാനും വഴി തിരിക്കാനും നിന്റെ കുടുംബത്തിനാവത്തില്ല, നിന്റെ കൂടപ്പിറപ്പിനാവത്തില്ല, നിന്റെ ചുറ്റുപാടുകൾക്കാവത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില ദർശനങ്ങൾ ഉള്ളവരെ നോക്കി ആത്മാവ് പറയുന്നു, ഗതി തിരിക്കാൻ അവർക്ക് പറ്റത്തില്ല, ഗതി തിരിക്കാൻ അവർക്ക് കഴിയത്തില്ല. ശ്രദ്ധിക്ക്, ഗതി തിരിക്കാൻ പറ്റത്തില്ല. അവസാനം എന്നാ സംഭവിക്കുന്നേ? ഈ യോസേഫ് ആമേൻ ഈ അടിമച്ചന്തയിൽ അവനെ നിർത്തി, അടിമച്ചന്തയിൽ നിർത്തിയിട്ടാ ആമേൻ. ഈ ഫ്രണ്ടിലോട്ട് സീറ്റുണ്ട്, ഇവിടെ സീറ്റുണ്ട്, വേണമെങ്കിൽ ഇരിക്കും. ഓക്കെ. അടിമച്ചന്തയിൽ നിർത്തിയിട്ടാ ബൈബിൾ പറയുന്നു ഇവനെ പോത്തിഫർ വിലക്ക് മേടിച്ചു. 17 വയസ്സുകാരനെ അടിമച്ചന്തയിൽ വിട്ട് വിലക്ക് കൊടുത്തെങ്കിൽ എന്തിനായിരിക്കും? പണി ചെയ്യിക്കാനാ. ശ്രദ്ധിക്കണം, നിങ്ങൾക്കറിയോ അടിമച്ചന്ത എന്ന് പറഞ്ഞാൽ അത് ആടിനെ വിൽക്കുന്ന, കാളയെ വിൽക്കുന്ന സ്ഥലമല്ല, മനുഷ്യനെ അടിമയാക്കി വിൽക്കുന്ന അടിമച്ചന്തയിൽ കൊണ്ടുവരെ നിർത്തുക. നിങ്ങളുടെയൊക്കെ വീട്ടിൽ പശുവോ ആടോ ഇങ്ങനെയൊക്കെയുള്ള മൃഗങ്ങൾ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെ വിൽക്കാൻ സമയമാകുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും, വന്ന് ചിന്ത ചെയ്യും, കണ്ടേച്ച് ചുമ്മാ പോകത്തില്ല. ഈ ആടൊക്കെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ നട്ടലയിൽ പിടിച്ചിട്ടുണ്ട്, പുതുക്കൊക്കെ ഉണ്ട്. ആമേൻ. പശുവൊക്കെ ആണെങ്കിൽ ഒന്ന് തട്ടിയൊക്കെ നോക്കും എങ്ങനാ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, യോസേപ്പിനെ അടിമച്ചന്തയിൽ നിർത്തുമ്പോൾ എന്നാ ചെയ്യുന്നത്? യോസേപ്പിനെ അടിമച്ചന്തയിൽ നിർത്തിയിട്ട് യോസേപ്പ് ഇങ്ങനെ നോക്കി, 17 വയസ്സുകാരൻ, കൊള്ളാം. ആമേൻ. നിനക്ക് എത്ര വയസ്സായിടാ? 18. 1 വയസ്സ് കൂടുതലുണ്ട്, കുഴപ്പമില്ല. ഹല്ലേലൂയ. ഈ പോത്തിഫർ ഇങ്ങോട്ട് വന്നിട്ട് നോക്കാം, കൊള്ളാം, പൊക്കമുണ്ട്, എന്നെക്കാളും പൊക്കമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത് പിടിക്കുന്ന എവിടെയാണ്? ഇവിടെ പിടിക്കും. വല്ല ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടോ? മസിലുണ്ടോ? നെഞ്ചത്തൊക്കെ ഒന്ന് തട്ടി നോക്കും, വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഒരാളെ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ നോക്കത്തില്ലേ പണി ചെയ്യാൻ? അവനെ കൊണ്ട് കഴിവുണ്ടോ? ആമേൻ. യോസേഫ് എന്ന 17 വയസ്സുകാരന് ആമേൻ ഈ പോത്തിഫർ വന്നിട്ട് നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം മസിലുണ്ട്, അത്യാവശ്യത്തിനുള്ള ശക്തിയുണ്ട്, പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ട്, ഇച്ചിരൂടെ തിന്നാൻ കിട്ടിയ ഇച്ചിരൂടെ ആയിക്കൊള്ളും. ആമേൻ. ഈ എന്നൊരു തോന്നൽ ഈ പുള്ളി പറഞ്ഞു. പുള്ളി അതിന് വില കൊടുത്ത് ഈ പുള്ളിയെ അങ്ങ് മേടിച്ചു. എന്നാട്ട് മേടിച്ച്? അടിമയാട്ട് മേടിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത ഉണ്ട്, അവൻ 80 വയസ്സ് വരെ ജീവിച്ചാലും അവൻ അടിമയാണ്. കാരണം അവൻ്റെ വില പോത്തിഫർ കൊടുത്തു കഴിഞ്ഞു. ഇനി അവൻ എത്ര ജോലി ചെയ്താലും അവന് ശമ്പളമില്ല. ഒരു ഹല്ലേലൂയ പറ അല്ലേ? അവനൊരു ശമ്പളമില്ല. ഇതാണ് അടിമയുടെ പ്രത്യേകത. അവൻ എത്ര പൊക്കം ഉണ്ടെങ്കിലും, വാങ്ങിയ യജമാനേക്കാൾ വണ്ണം ഉണ്ടെങ്കിലും അവനെന്നും അവൻ യജമാനന്റെ അടിമയാണ്. അപ്പൊ ഇപ്പോൾ യോസേപ്പ് ഇപ്പൊ എങ്ങനെയായി? അടിമയായി. പോത്തിഫറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇനി ഈ യോസേപ്പിന്റെ പുറകിൽ വേറൊരു ശത്രുവും കൂടെ ഉണ്ട്. അവന്റെ പേര് സാത്താന, പിശാച. കാരണം ദൈവിക ദർശനങ്ങളെ ഉടക്കുക എന്നതാണ് ആരുടെ പണി? ഈ പിശാചിന്റെ പണി. യോസേപ്പിനെ കണ്ടു, കൊള്ളാം, എടാ നിന്റെ ദർശനം നടക്കുന്ന എനിക്കൊന്ന് കാണണം. യോസേപ്പിനെ ദേശത്തിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞു. ഇപ്പൊ അടിമച്ചന്തയിൽ നിന്ന് ആര് മേടിച്ചു? പോത്തിഫർ മേടിച്ചു. ആമേൻ. പോത്തിഫറിന്റെ വീട്ടിൽ കൊണ്ട് പിശാച് ഇങ്ങനെ നോക്കി, കൊള്ളാം യോസേപ്പേ, നിന്റെ ദർശനം നടക്കുന്ന ഞാനൊന്ന് കാണട്ടെ. അല്ല, ഈ 2024 ജൂലൈ മാസത്തിലും ചിലരൊക്കെ നോക്കി സാത്താൻ പറയുക, നിന്റെ ദർശനം നടക്കുന്ന ഞാനൊന്ന് കാണട്ടെ, നിങ്ങളുടെ ദർശനം നടക്കുന്ന ഞാനൊന്ന് കാണട്ടെ, നിങ്ങളുടെ ദർശനം നടക്കുന്ന ഞാനൊന്ന് കാണട്ടെ. ചോദിക്കുക, നിങ്ങളുടെ ദർശനം നടക്കുന്ന ഞാനൊന്ന് കാണട്ടെ. ആമേൻ. പിശാച് പറയും, പോത്തിഫറെ അവന്റെ കയ്യിൽ ഒരു തൂമ്പായി എടുത്തു കൊടുത്തു. പോത്തിഫറിന്റെ നാവിലൂടെ പിശാച് പറഞ്ഞു, എടാ നീ ആ വാഴയ്ക്കുന്ന് വളവിട. പിറ്റേന്ന് രാവിലെ എഴുത്തപ്പോൾ പറഞ്ഞു, തൂമ്പായി എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന് നീ പാടത്ത് പണി ചെയ്യാം. ഓരോ ദിവസവും തൂമ്പായി എടുത്തുകൊണ്ട് അമ്മ പിശാച് യോസേഫിനെ നോക്കി, ടാറ്റ ബൈ ബൈ, ദർശനമുള്ളവന് നിന്റെ കയ്യിൽ തൂമ്പായി ഇരിക്കുന്നേ, എനിക്ക് കാണണം എങ്ങനെ ദർശനം നടക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, സാത്താൻ ബൈ ബൈ പറഞ്ഞിട്ട് സാത്താൻ അങ്ങ് പോയി. പുള്ളിക്കാരൻ പിന്നെ അമേരിക്ക വഴി കറങ്ങി, ന്യൂസിലാൻഡ് വഴി കറങ്ങിയിട്ട് ഒരു 6-8 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ആരെ കാണാമെന്നോ? യോസേഫിനെ കാണാമെന്നോ? ബൈബിളിൽ ഇല്ല. പിന്നെ ഞാനങ്ങ് പറയുക കാര്യങ്ങൾ.
യോസഫിനെ കാണാൻ വന്നു. യോസഫിനെ കാണാൻ വന്നപ്പോ പിശാചി ഞെട്ടിപ്പോയി. എന്നാ കാര്യം എന്നറിയാമോ? എടാ, അന്ന് ഞാൻ ഇവനെ ഇവിടെ ആക്കുമ്പോ കൈ കൊടുത്ത തൂമ്പായ, പക്ഷെ ഇപ്പൊ ഞെട്ടാനുള്ള കാരണം പുള്ളി ഒരു മേശയും കസേരയുട്ട ഒരു രജിസ്റ്റർ വെച്ച് പേന വെച്ച് എഴുതിക്കൊണ്ടിരിക്കുവോ. എടാ, ഇവൻ എങ്ങനെ സൂപ്പർവൈസറായ? ഓ, ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാ, നീ ആത്മാർത്ഥതയുള്ളവനാണോ? നീ വിശ്വസ്തതയുള്ളവനാണോ? നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നീ വ്യതിചലിക്കാതെ വിശ്വസ്തതയും ആത്മാർത്ഥതയും പുലർത്തുവാണെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. വൈഡൽ കമനഘടക രഗതുരമനഘടക ശന്തൽ കമനഘടക ശന്തൽ പ്രൗഢി വിരിഘടകസേ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാ, പിശാചി ഞെട്ടിപ്പോയടാ, ഇവൻ എപ്പോഴാണ് ഈ വീടിന്റെ സൂപ്പർവൈസറായേ? അല്ലേ, ഈ വീടിന്റെ എല്ലാ ഗ്രഹവിചാരത്തിന്റെ ഗ്രഹകാര്യങ്ങളൊക്കെ നോക്കാൻ ഇവനെ ഗ്രഹത്തിന്റെ വിചാരകനെ ആരാക്കിയേ? ബൈബിൾ പറയുന്നു, യഹോവ അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ വിശ്വസ്തനായിരുന്നു. എന്നീ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയാ, നമുക്ക് ഉയർച്ച വേണോ? രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ആത്മാർത്ഥത വേണം. രണ്ട്, വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ട് കേൾക്കാത്ത പോലെ ഇരിക്കും. അടുത്തിരിക്കുന്ന ആളിനെ കൈ ഒന്ന് കൊടുത്തിട്ട് പറ, ആത്മാർത്ഥതയും വിശ്വസ്തതയും വേണമെന്ന് പറ. എടാ, ആത്മാർത്ഥതയും വിശ്വസ്തതയും വേണം, നമുക്ക് ഉയർച്ച വരും. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും പറഞ്ഞു ഹല്ലേലൂയ. എന്ത് വേണം? ആത്മാർത്ഥതയും. നിങ്ങൾ ഏത് ഫീൽഡിൽ നിന്നാലും, അത് ജോലിയിലാകട്ടെ, പള്ളിയിലാകട്ടെ, നിങ്ങളുടെ ബിസിനസ്സുകളാകട്ടെ, നിങ്ങളുടെ കൂലിക്കാകട്ടെ, എവിടെ ആകട്ടെ, നിങ്ങൾ ആത്മാർത്ഥതയും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളർച്ചയുണ്ടാകും. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. അതൊരു നല്ല ടിപ്പാന്ന് കൂട്ടി മനസ്സിലിട്ടേക്ക്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, അപ്പോൾ അങ്ങനെയുള്ളവരെ ദൈവം വളർത്തും കേട്ടോ. അങ്ങനെയുള്ളവരെ ദൈവം മാനിക്കും. ആമേൻ. കള്ളം ചെയ്തും വെട്ടിപ്പിടിച്ചൊക്കെ നേടിയ ചിലപ്പോൾ പെട്ടെന്ന് വെട്ടേറ്റത് വീണു പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ആത്മാർത്ഥതയും വിശ്വസ്തതയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവം വളർത്തും. ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. ഈ പുള്ളിക്കാരൻ, എന്നെ ചേട്ടന്മാരെ വിറ്റല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി പണിയൊന്നും ചെയ്ത്, അങ്ങനൊന്നുമില്ല. പുള്ളി എവിടെ പോയാലും അവിടെ ആത്മാർത്ഥതയുണ്ട്. ആമേൻ. എന്നെ എന്തിനാ ദൈവം ദർശനം തന്നിട്ട് എന്നെ ഇങ്ങനെ ഈ പാടത്ത് പണിയെടുക്കാനിട്ടേക്കുന്ന ചോദിച്ചില്ല കേട്ടോ യോസഫ് ദൈവത്തോട്. ഒരു പിറുപിറുപ്പ് പുള്ളിക്കുണ്ടാകില്ല. ഇന്ന് പിറുപിറുക്കാത്തവരെ ജൂലൈ മാസത്തിൽ ദൈവം കാണട്ടെ. ആ 10 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പ്രാപിച്ച ദർശനത്തിന് ഈ ജൂലൈ മാസത്തിലും പിറുപിറുക്കാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിന്നോട് ദൈവം സംസാരിക്കുന്നത്, നിന്റെ സീസൺ വന്നിട്ടില്ല, വരാൻ പോകുന്നതേയുള്ളൂ. പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ, നിങ്ങളുടെ സീസൺ വരാൻ പോകുന്നതേ ഉള്ളൂ. ചില സീസണുകൾ തുറക്കപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. ഈ പുള്ളിക്കാരനെ പോത്തിഫർ സാത്താൻ ഞെട്ടിപ്പെടാ, നിന്റെ കയ്യിലിരിക്കുന്ന പേനയും ബുക്കും ഒക്കെ ഞാൻ ഇപ്പം വലിച്ചു കീറി തരാം. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പണ്ട് തോട്ടത്തിനകത്ത് അവ്വായുടെ അടുത്ത് സംസാരിക്കാൻ പോയതുപോലെ പോത്തിഫറിന്റെ ഭാര്യയോട് സംസാരിക്കാൻ പോയി. ഇപ്പം എൻ്റെ പോത്തിഫർ ഇവിടെ ഇല്ല, നീ ഒരു കാര്യം ചെയ്യ്, ആ ചെറുക്കനെ പിടിച്ച് അകത്ത് കയറ്റുക എന്ന് പറഞ്ഞ് വിളിച്ചകത്ത് കയറ്റിച്ച ആമേൻ. പുള്ളിക്കാരനെ അങ്ങ് മേലെ പിടിക്കുക. ബൈബിൾ പറയുന്നു യോസേഫിന് കാര്യം പിടികിട്ടി. ആമേൻ. യോസേഫ് തന്നെ പുതപ്പിട്ടിട്ട ആമേൻ. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, താൻ ഓടിക്കളഞ്ഞു. ഓടുമ്പോൾ പറഞ്ഞൊരു സത്യം ഇതാണ്, നിന്നെ ഒഴിച്ച് യജമാനൻ ബാക്കിയെല്ലാം എൻ്റെ കയ്യിൽ തന്നിരിക്കുക. ഞാൻ യജമാനനോടും എൻ്റെ ദൈവത്തോടും എനിക്ക് വിശ്വസ്തത കാണിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാ, ഈ വിശ്വസ്തത കാണിക്കാൻ അവൻ തൻ്റെ അങ്കിയിട്ടയച്ച, അവൻ തൻ്റെ പുതപ്പുമിട്ടയച്ച് അവൻ ഇറങ്ങി ഓടുമ്പോൾ സാത്താൻ പറഞ്ഞു, ഇത്രയും സീൻ മാത്രം മതി, ബാക്കിയുള്ളത് ഞാൻ ചെയ്തോളാം. എന്നിട്ട് എന്നാ ചെയ്തേ? പോത്തിഫറിന്റെ ഭാര്യയുടെ കലി അവസാനിച്ചില്ല. ഭാര്യ പോത്തിഫർ എന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയോ നിങ്ങൾ കൊണ്ടിട്ടേക്കുന്ന ചെറുക്കൻ്റെ അവസ്ഥ? ആമേൻ. അവന്റെ പുതപ്പ് കണ്ടോ, ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്നേക്കുക. അതാളത്ര ശരിയല്ല. പുള്ളിക്കാരൻ കേസ് ചാർജ് ചെയ്തു. പറവോന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പുള്ളി ജന്മത്ത് വെളിവിടല്ലേ. എന്ത് ചെയ്തു? ഓട്ടിച്ചിട്ട് പിടിച്ച് പുള്ളിയെ ജയിലിൽ അടച്ചു. ആമേൻ. അപ്പൊ സാത്താൻ പറഞ്ഞു, നിനക്ക് തൂമ്പ തന്നാൽ ശരിയാവത്തില്ല, നീ ചിലപ്പോൾ എന്ത് ചെയ്യും? നീ ചിലപ്പോൾ ഉയരും, അതുകൊണ്ട് നീ ഇനി ജയിലിൽ കിടന്നാൽ മതി. സാത്താൻ പറഞ്ഞു, ജയിലിൽ കിടന്നോ. ഒരു പ്ലേറ്റും ഒരു കപ്പും കൊടുത്തേച്ച് പറഞ്ഞു, സമയാസമയം ആഹാരം മേടിച്ച് കഴിച്ച് ജയിലിൽ കിടന്നോ, ഇനി മേലാ നീ വെളി വരല്ല. ആമേൻ. യോസേഫ് എവിടെയാ? ജയിലറയ്ക്കകത്ത്. പരിഭവമില്ല പുള്ളിക്ക്. ഇന്ന് പരിഭവമില്ലാത്തവർക്കായി സ്തോത്രം. ആമേൻ. നീ നിന്റെ പാതയിൽ തന്നെയാ നിൽക്കുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? നീ നിന്റെ വഴിയിൽ തന്നെയാ നിൽക്കുന്നത്.
പരിഭവമില്ലാത്തവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുവാണ്. ഇത്രയും ബുദ്ധിമുട്ട് സഹിച്ചിട്ടും, ഇത്രയും കഷ്ടപ്പാടുകൾ വന്നിട്ട്, ഇത്രയും വേദനകൾ വന്നിട്ടും ദൈവത്തോട് പരിഭവം പറയാതെ നിൽക്കുന്ന ദൈവമക്കളോട് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. നീ നിൽക്കുന്നത് റൈറ്റായ വേയിലാണ്. നിന്റെ ദർശനം നടക്കാൻ പോവുകയാണ്. അതിന്റെ സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതിന്റെ റൂട്ട് ഇങ്ങനെയാ പോകുന്നത്. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഈ സാത്താൻ പറഞ്ഞു ശരി ജയിലറിൽ കിടന്നു ടാറ്റ ബൈ ബൈ, ഞാനൊരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വരാൻ കേട്ടോ എന്ന് പറഞ്ഞു സാത്താൻ അങ്ങ് പോയി. കാലങ്ങൾ കഴിഞ്ഞു. സാത്താൻ പിന്നെയും അമേരിക്ക വഴി, ന്യൂസിലാൻഡ് വഴി, സ്വിറ്റ്സർലാൻഡ് വഴി കറങ്ങി, ഖത്തർ വഴിയൊക്കെ കറങ്ങിയിട്ട് ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് വന്നു. എന്തിനാ? ഈ ദർശനമുള്ളവൻ ഇപ്പോൾ എവിടെ കിടക്കുന്നു എന്ന് നോക്കാൻ. ഇനി എൻ്റെ ഭാഷ പറഞ്ഞ ചത്ത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പുള്ളി വരുക. ഹല്ലേലൂയ. സാത്താൻ ഇങ്ങനെ ഊടാടി സഞ്ചരിക്കും. അതാണ് ബൈബിൾ പറയുന്ന വാക്ക്. യോബിൻ്റെ പുസ്തകം അങ്ങനെ പറഞ്ഞു, ഊടാടി സഞ്ചരിച്ചിട്ട് വരും. അപ്പോൾ പുള്ളി അതാണ് ഞാൻ പറഞ്ഞു, അമേരിക്ക വഴി ന്യൂസിലാൻഡ് വഴി കറങ്ങിയിട്ട് ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ എവിടെ വന്നു? ഈ സെല്ലേ വന്നു. പണ്ട് കിടന്ന പുള്ളി എവിടെ ഉണ്ടോ? പുള്ളി ആ സെല്ലെ നോക്കിയപ്പോൾ വേറെ ആരുണ്ടോ കിടക്കുക. എടാ ഇവിടെ കിടന്ന ആളിവിടെ. പുള്ളി ആ ജയിലറെ മൊത്തം നോക്കിയപ്പോൾ ഒരു കാര്യം പിടികിട്ടി. ഒരുത്തൻ ഇപ്പോഴ് ഈ ജയിലിൻ്റെ മൊത്തം താക്കോലും വെച്ചോണ്ടൊരു കസേരയിലിരിക്കുക. വാവ്! ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, പൂട്ടിയിട്ടവന്റെ കയ്യിൽ ജയിലിന്റെ താക്കോല. അവൻ സെല്ലിനൊക്കെ തടച്ചവന്റെ കയ്യിൽ ജയിലിന്റെ താക്കോല. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് കൈമാറട്ടെ. നീ വിശ്വസ്തനാണെങ്കിൽ, കർത്താവ് നിന്റെ കൂടെയുണ്ടെങ്കിൽ, നിന്നെ പൂട്ടിയ താക്കോല് നിന്റെ കൈ വരും. ആരുടെക്കോ ദൈവാത്മാവ് അതിശക്തമായി ഇന്ന് പകൽ കൈമാറുന്നു. നിന്റെ പൂട്ടിയ ചില താക്കോലുകൾ നീ തിരിച്ചു പിടിക്കാൻ. സാത്താന് മനസ്സിലായി ഇവൻ ചെറിയ പുള്ളിയൊന്നും അല്ല, ഇവൻ വലിയ പുള്ളിയാ. ഇവനെ ഏത് കുപ്പത്തൊട്ടിയിലിട്ടാലും അവൻ കയറി വരും. കാരണം അവൻ കുറ്റം പറയത്തില്ല. അവൻ ദർശനത്തിന് വേണ്ടി ജീവിക്കുക. കണ്ട ദർശനത്തിന് വേണ്ടി ഇന്ന് പകൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും, പിറുപിറുക്കണ്ട, പരിഭവം വേണ്ട, കൂടപ്പിറപ്പുകളോട് ദോഷം നിരൂപിക്കണ്ട, ചുറ്റുപാടുകളോട് നീ ശത്രുത്വം വച്ചു പുലർത്തണ്ട. ദർശനത്തിന് വേണ്ടി നിൽക്കുക. ദൈവം തക്ക സമയത്ത് നിന്റെ ദർശനങ്ങളെ നിനക്ക് പ്രാവർത്തികമാക്കി തരും. ഇന്ന് പകലത് വിശ്വസിക്കാൻ ഇതിനകത്താളുണ്ടെങ്കിൽ സ്വർഗം ഇന്ന് പകൽ നിങ്ങൾക്കത് റിലീസ് ചെയ്യാൻ പോവുക. Oh, hallelujah. Amen. Hallelujah. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. ഈ പുള്ളി അകത്ത് കിടക്കുമ്പോഴാണ് വേറെ 2 പുള്ളിക്കാർ കുറ്റം ചെയ്തിട്ട് വരിക. ഒരാൾ കുറ്റം ചെയ്തു, ഒരാൾ കുറ്റം ചെയ്യാതെ വരണം. ആരാ? ഫറവോന്റെ അപ്പക്കാരനും പാനപാത്രവാഹകനും. ആമേൻ. വചനം ഇതൊക്കെ കേട്ട് പഠിച്ച സംഭവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോവാം. ഇതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കയറാൻ പോവാണേ. ആമേൻ. 2 പേര് വന്ന അപ്പക്കാരനും പാനപാത്രവാഹകനും കുറ്റം ചെയ്തെന്ന് ആരോപിക്കപ്പെട്ടവർ 2 പേര് എവിടെ കൊണ്ടടച്ചു? യോസേപ്പിന്റെ സെല്ലിൽ കൊണ്ടങ്ങ് അടച്ചു. ആമേൻ. സത്യം പറഞ്ഞ യോസേപ്പ് കിടക്കുന്നിടത്ത് മൊത്തം അവർ കൃപ ഇങ്ങനെ വ്യാപരിച്ച് കിടക്കുവാണ്. യോസേപ്പിന്റെ കൃപ എന്തുവാണ്? സ്വപ്നം കാണും. ഈ വന്ന 2 എന്തുവാണ്? യോസേപ്പിന്റെ കൂടെ ഇവിടെ അവന്മാരും സ്വപ്നം കണ്ടു. നിൽക്കുമ്പോൾ കൃപയുടെ അടുത്ത് നിൽക്കുക, കൃപ വ്യാപരിക്കും. നിൽക്കുമ്പോൾ അഭിഷേകത്തോട് ചേർന്ന് നിൽക്കുക, അഭിഷേകം വ്യാപരിക്കുക. നിൽക്കുമ്പോൾ ദൈവശക്തിയോട് ചേർന്ന് നിൽക്കുക, ദൈവശക്തി വ്യാപരിക്കുക. എന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാ, അതിനോട് ചേർന്ന് നിന്നാൽ അതങ്ങനെ സംഭവിക്കും. അല്ലേ? ഈ സ്വപ്നക്കാരൻ്റെ അടുത്ത് ചെന്നപ്പോൾ യൗമാര് സ്വപ്നം കാണുക. പ്രവചിക്കുന്നതിൻ്റെ അടുത്ത് പോയി നീ പ്രവചിക്കാൻ തുടങ്ങും. ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ അടുത്ത് പോയി ശുശ്രൂഷിക്കാൻ തുടങ്ങും. പ്രസംഗിക്കുന്നതിൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് നീ പ്രസംഗിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ചുമ്മാതെ പറയുമൊന്നുമല്ല കേട്ടോ, അങ്ങനെയാണ് സംഭവം. എനിക്കറിയാം. അതുകൊണ്ടാണ് തെളിയിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ആമേൻ. അഭിഷേകത്തോട് ചേർന്ന് നിൽക്കും, നിന്റെ മേൽ അഭിഷേകം വരും. ഹല്ലേലൂയ. ആമേൻ. ഈ യോസേപ്പ് രണ്ട് പിള്ളേർ വന്നു. ഇവന്മാരെ ജോലിക്കാരാ രാജകൊട്ടാരത്തിലെ. അപ്പോൾ 2 പേരും പറഞ്ഞു, രാവിലെ 2 പേരും ഒരേ സമയം എഴുന്നേറ്റ് നിന്നിട്ട് 2 പേരും മുഖത്തോട് മുഖം നിട്ടോ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അപ്പം മറ്റേ പുള്ളി പറയും, ഞാനും കണ്ടു സ്വപ്നം പരസ്പരം പറഞ്ഞിട്ട് ഇവർ പറയും, എന്താണ് നമുക്ക് അറിയത്തില്ലടാ. ഇല്ല, പാമ്പ് കടിക്കുന്നതാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. പിന്നെ നാളെ പാമ്പിനെ നോക്കി നടന്നാൽ മതിയല്ലോ. ആമേ. പക്ഷേ ഇതങ്ങനെ ഒന്നുമല്ല. അപ്പോൾ യോസേപ്പ് ചോദിച്ചു, എന്താ നിങ്ങളുടെ മുഖം ഇങ്ങനെ പരിങ്ങിയിരിക്കുന്നത്? ഞങ്ങൾ 2 സ്വപ്നം കണ്ടു. പാനപാത്രവാഹകൻ പറഞ്ഞു, ആമേൻ, ഞാനൊരു സ്വപ്നം കണ്ടു. വിവരിക്കുന്നില്ല. സ്വപ്നം
പുള്ളിക്കാരൻ ഈ സ്വപ്നം കേട്ടേച്ചു പറഞ്ഞു, 3-ാം ദിവസം നിന്നെ രാജാവ് ജോലിയിലേക്ക് തിരിച്ചെടുക്കും. ആണോ? യോസേഫ് പറഞ്ഞു, അതെ. അപ്പൊ അപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ സ്വപ്നം കൂടെ ഒന്ന് വ്യാഖ്യാനിച്ച. അപ്പക്കാരൻ എന്നെ കുട്ടയിലിങ്ങനെ അപ്പം കൊണ്ട് വെക്കൊണ്ടിരിക്കുക, കാക്ക വന്ന് അപ്പം കുത്തിപ്പറിക്കുന്നത് കണ്ടോ? ആമേൻ. ഈ സ്വപ്നം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞു, നിന്റെ സ്വപ്നത്തെക്കുറിച്ചാ ആമേൻ ദൈവം എന്നോട് പറഞ്ഞതാ. 3 കുട്ട 3 ദിവസത്തെ കുറിക്കുന്നു. 3-ാം ദിവസം കാക്ക കൊത്തിപ്പറിച്ചതുപോലെ നിന്നെ ഫറവോൻ എന്ത് ചെയ്യും? തൂക്കിലേറ്റും. പക്ഷികൾ വന്ന് നിന്റെ മാംസം കൊത്തിപ്പറിക്കും. ആണോ? യോസേഫ് പറഞ്ഞു, അതെ. ഹല്ലേലൂയ. ഒരുത്തൻ തിരിച്ച് ജോലി കയറുമെന്നും ഒരുത്തൻ തിരിച്ച് തൂക്കിലേറ്റപ്പെടുമെന്നും യോസേഫ് എന്ത് ചെയ്തു? പ്രവചിച്ചു. സത്യം പറഞ്ഞാൽ 3-ാം ദിവസം, എൻ്റെ ഭാഷ പറഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ ഈ ദർശനങ്ങൾ സാക്ഷാത്കരിച്ചു. അല്ല, 3-ാം ദിവസം അവനെ ജോലിക്ക് വിളിച്ചു, 3-ാം ദിവസം മറ്റവനെ തൂക്കിക്കൊന്നു. ഇനി സ്വപ്നം വ്യാഖ്യാനിച്ചവൻ്റെ സമയമോ? 17-ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടു. 30 വയസ്സായിട്ട് സ്വപ്നം നടന്നിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 17 വയസ്സിൽ സ്വപ്നം കണ്ടു, 30 വയസ്സായിട്ട് സ്വപ്നം നടന്നിട്ടില്ല. തൻ്റെ സെല്ലിൽ കിടന്നവനോ 3-ാമത്തെ ദിവസം സ്വപ്നം നടന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ പ്രാർത്ഥിച്ചവന്റെ സ്വപ്നം നടക്കാത്ത? കർത്താവ് ഒരു ദൂത് നിന്നോട് പറയുന്നു, അപ്പക്കാരന്റെ സ്വപ്നമല്ല നിന്റെ മേൽ കിടക്കുന്നത്. ചില ദൈവീക വിടുതലുകൾ നിന്റെ മേൽ കിടക്കുന്നത് വലുതാകയാൽ ചില ദർശനങ്ങളെ അവൻ അച്ചിരി കാലത്തേക്ക് ദൈവം മുദ്രയിട്ട് വച്ചിരിക്കുന്നത് കൊണ്ട് അവൻ അപ്പക്കാരന്റെ സ്വപ്നമല്ല നിന്റെ മേൽ കിടക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഇതിനകത്ത് അതിശക്തമായി നിന്നോട് പറയുന്നു, അവൻ പാനപാത്രവാഹകന്റെ ദർശനമല്ല നിനക്ക് ദൈവം തന്നത്. അവരെക്കാൾ മേത്തരമായി, അവരാരും കാണാത്തത്, അവർക്കാർക്കും കൊടുക്കാത്തത് നിന്റെ മേൽ കിടക്കുന്നത് കൊണ്ട് ഇച്ചിരി കാലതാമസം നിനക്ക് വരുന്നത്. ഈ പകൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, പരിഭവം വേണ്ട. യേശുവിനോട് ചേർന്ന് നിൽക്ക, ദർശനം നടക്കും. ഇനി യോസേഫേ, അപ്പക്കാരന്റെ ദർശനം 3 ദിവസം കൊണ്ട് നടന്നില്ലേ? നിനക്ക് പരിഭവം ഇല്ലേ? പുള്ളി പറയും, പരിഭവം ഇല്ല. എന്നാ കാര്യം? പറയാം. പാനപാത്രവാഹകന്റെ ദർശനം 3 ദിവസം കൊണ്ട് നടന്നില്ലേ? നിനക്ക് പരിഭവം ഇല്ലേ? യോസേഫ് പറയും, പരിഭവം ഇല്ല. എന്നാ കാര്യം? യോസേഫിനോട് തമ്പുരാൻ പറഞ്ഞു, എടാ നിന്റെ ദർശനം അവര് കണ്ട പോലല്ല, നിന്റെ ദർശനം കട്ടയുടെ ദർശനമാണ്. ഓ, ആ ഒരു മർമ്മത്തിലേക്ക് കയറി വരാൻ പോവുകയാണ്. നിന്റെ ദർശനം കറ്റയുടെ ദർശനമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? എന്താ ഈ കറ്റ? ആമേൻ. തൃശ്ശൂർ നിനക്ക് ഞാൻ പറയാതെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഈ ഭാഗത്തൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നെ കേൾക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, എന്നതായി കറ്റ? ഒന്ന് ചിന്തിക്കണം. ആമേൻ. ഒരു മനുഷ്യൻ പാടത്ത് ഞാറ് നട്ടാൽ അത് കൊയ്ത്തിന്റെ സമയം എന്ന് പറയുന്നത്, ഞാനൊരു കർഷകനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു മാക്സിമം 4 മാസം എന്നാണ് എൻ്റെ വിശ്വാസം. ആമേൻ. ഒരു പുള്ളി, എനിക്കറിയത്തില്ല, എനിക്ക് കറ്റ നടലില്ല, ഞാറ് നടുന്ന പാടമില്ല, എനിക്ക് കൃഷി ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ചർച്ചിൽ ഒരു കൃഷിക്കാരൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചോ, എത്ര മാസം വേണം ഒരു ഞാറ് നട്ട അതിന് കൊയ്തെടുക്കാൻ? പുള്ളി പറഞ്ഞ 120 ദിവസം മാക്സിമം പോയാൽ, ചിലപ്പോൾ 5-10 കൂടെ കൂടിയെന്നിരിക്കും, അതല്ലാതെ അതിനകത്തെ കാര്യം കഴിയും. ആമേൻ. കർഷകനോട് ചോദിക്കും, നടുന്ന കർഷകൻ പറയും, നട്ട് കഴിഞ്ഞാൽ 120 ദിവസം വരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് അതിനെ കാക്കും. എന്തിന്? എങ്കിലേ അതിന്റെ ഫലം കിട്ടത്തുള്ളൂ. ആമേൻ. ഒരു കർഷകനോട് ചോദിക്കുക, ആമേൻ, 120 ദിവസം വരെ ഞാറ് വളർന്ന് ഓരോ ഘട്ടമായി വളരുമ്പോഴും ആമേൻ അതിനെ കെയർ ചെയ്ത്, അതിനെ വീഴാതെ, അതിനെ തളർത്താതെ കൊടുക്കേണ്ട, ആമേൻ, അതിന്റെ വളം കൊടുത്ത് വെള്ളം കൊടുത്ത് അതിനെ അതുപോലെ വളർത്തിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? അതിനൊരു കൊയ്ത്തുണ്ടാകത്തുള്ളൂ, നെൽക്കതിർ വരത്തുള്ളൂ. എന്നാൽ ഇത് പാകമാകുന്നൊരു സീസൺ ഉണ്ട്, അല്ലേ? ശ്രദ്ധിക്കണം. നീ എപ്പോഴാ കറ്റയാകുന്നെന്ന് പറയാൻ പോവുക. ഇന്ന് പകൽ ശ്രദ്ധിക്കണേ. ഇത് ഞാറ് നടുമ്പോൾ ഇതിനെ കറ്റ എന്ന് പറയത്തില്ല, ഇത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കറ്റ എന്ന് പറയത്തില്ല. ഇത് കൊയ്ത്തിന്റെ ഒരു സീസൺ ഉണ്ട്. എന്താ കൊയ്ത്തിന്റെ സീസൺ? നടുന്ന സമയത്ത് ആമേൻ വളരെ അതിന് ദയ തോന്നിയ നട്ടെ, കാരണം മുറിയരുത്, ഇത് ഒടിയരുത്, നശിക്കരുത്. പക്ഷെ കൊയ്ത്തിന് അങ്ങനെയല്ല. ആമേൻ. അരിവാള് വെച്ച് വെട്ടുന്നൊരു സീസണാ. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ കൊയ്ത്ത് നടക്കുമ്പോൾ അരിവാള് കൊണ്ട് ഇതിനെ മൂട്ടിലൊരു വെട്ടുവെട്ടോ. ഇന്ന് പകൽ എപ്പോഴാണോ ഈ വെട്ടു വീഴുന്നത്, അന്നേരം അതിന് പറയുന്ന പേരാ കറ്റ. വാവ്.
പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാ, ചിലതൊക്കെ വെട്ടുമ്പോഴാ നീ കറ്റയായി മാറുന്നത്. യോസേഫേ, കറ്റയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ആയുസ് 120 ദിവസമല്ലടാ, ഇത് വർഷങ്ങളാ. ഓ യെസ് 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 യെസ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാണ്, ദൈവം ചില കറ്റകളാക്കി ചിലതിനെ വച്ചിട്ടുണ്ട്. എന്തിന്? നാളത്തേക്ക് വേണ്ടി നിന്നെ സൂക്ഷിച്ചിരിക്കുക. ഇത് വിശ്വസിക്കാൻ ആളുണ്ടോ? പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ തൃശ്ശൂരിനകത്തും പറയുക, ഈ ജില്ലക്കകത്തും ചില കറ്റകള് ദൈവം കണ്ടിരിക്കുന്നു. ഓ Holy Spirit, Holy Spirit, Holy Spirit. Ribala haddada, riga chamanagadaga, shandal proudi birigadaga. In the name of Jesus. Glory, glory, glory. ശ്രദ്ധിക്കുക. ഈ തൃശ്ശൂരിൽ ഞാൻ വർഷങ്ങളായി കടന്നു വരുന്നുണ്ട്. 5 വർഷത്തിലധികം ഞങ്ങളുടെ മീറ്റിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഞാൻ നിങ്ങളോട് പറയുക, എനിക്ക് 5 വർഷത്തിലധികമായി വസന്തം ബ്രദറിനെ അറിയാം. ഹമേൻ. വസന്തം ബ്രദറിന്റെ ഭവനത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയി. ഹമേൻ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹമേൻ, ഈ 5 വർഷങ്ങൾക്ക് മുൻപും ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്റെ ഉമ്മറത്ത് അല്ലെങ്കിൽ അതിന്റെ സിറ്റ് ഔട്ടിൽ ഹമേൻ നെൽക്കതിര് കൊണ്ടൊരു ബൊക്ക തൂക്കിയിട്ടേക്കുക ഇല്ലേ? ഹല്ലേലൂയ. എത്ര വർഷം വരും അത്? ഞാൻ ഇവരോട് ചോദിച്ചാൽ പറഞ്ഞൊരു 10 കൊല്ലെങ്കിലും ആയിക്കാണുമെന്ന്. ആയിക്കാണും. ഹല്ലേലൂയ. വാങ്ങി തൂക്കിയിട്ടത് 10 കൊല്ലം. ഒറിജിനല്ല, പ്ലാസ്റ്റിക് അല്ല കേട്ടോ. നമ്മൾ ഈ പ്ലാസ്റ്റിക് ചെടിയൊക്കെ വീട്ടിൽ മേടിച്ച് വെക്കുന്ന പോലെ സാധനമൊന്നുമല്ല. ആമേൻ. അത് നോക്കണം, ഇത് ഒറിജിനൽ നെൽക്കതിര. ശ്രദ്ധിക്കണം, ഒറിജിനൽ നെൽക്കതിര്. മിക്കവാറും വീടുകളൊക്കെ തൃശ്ശൂരിൻ്റെ ഭാഗങ്ങളിലൊക്കെ പലയിടത്തും ഉണ്ടെന്നാണ്. ആമേൻ. ഇത് ഞാനത് ആദ്യമായിട്ട് കണ്ടത് അവിടെ വന്നപ്പോൾ. ഞാനത് കണ്ടിട്ടില്ല. ആമേൻ. അപ്പോൾ ഇതിങ്ങനെ തൂക്കിയിട്ടേക്കുക, ഒരു വലിയ ബൊക്ക പോലെ. എന്താ മാത്രമേ ഉള്ളൂ, നെല്ലിൻ്റെ കൊലകളെല്ലാം കൂടെ ചേർത്ത് തൂക്കിയിട്ടേക്കുക. ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഇന്നാണ് അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് ചോദിച്ചോ. പറഞ്ഞ് 10 കൊല്ലം വരും പാസ്റ്റേ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം, ഞാറ് നട്ടാൽ മാക്സിമം 4 മാസം. പക്ഷെ കറ്റയായാൽ 10 കൊല്ലം കഴിഞ്ഞാൽ നീ നശിക്കുകയില്ല. നിന്നെ കുറിച്ചുള്ള ദർശന കറ്റയാണെങ്കിൽ നീ നശിക്കാതെ നിൽക്കുന്ന. ഈ സീസണിൽ ദൈവം നിന്നോട് പറയുക, നീ നശിക്കത്തില്ല. ഉണ്ടോ ദൈവാത്മാവാരുടെ പറയുന്നു, നിന്റെ ദൈവം വ്യക്തി മാറ്റി വച്ചേക്കുക. ഇത് 120 ദിവസം കഴിഞ്ഞ് നശിക്കുന്ന ഒന്നല്ല. നീ ദൈവത്തിന്റെ ദർശനത്തിന് വേണ്ടി നിന്നൊരു കറ്റയാക്കി വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊണ്ട് ദൈവത്തിന് വേണം ചില കറ്റകൾ. കൂടപ്പറപ്പുകളുടെ നടുവിൽ നിന്ന് എവിടേക്കോ നീ മാറ്റപ്പെടുമ്പോഴും സ്വർഗം പറയുന്നു, നീ കറ്റ. വിശ്വസിക്കാൻ ഇന്ന് പകൽ ആളുണ്ടെങ്കിൽ ഇത് 120 ദിവസത്തെ ആയുസല്ല, ഒരു കറ്റയാക്കി ദൈവം വച്ചിരിക്കുന്നത്. 10-20 വർഷങ്ങൾക്ക് ശേഷം നിന്റെ ദൈവത്തിന് ആവശ്യമുണ്ട് ചില വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ, ചില ദേശങ്ങൾക്ക് ചിലത് ചെയ്യാൻ. ഇന്ന് പകൽ സ്വർഗ ഇതിനകത്ത് നിന്നെ ദൈവം മാറ്റി. ഓ yes 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 yes. Receive the power. ചൂടാവാല അന്തൽ കമന റിവന ഗഡഗസേ വൈഷസ് പ്രൗഡി ബിരി ഗഡഗ അടൽ കമന ഗഡഗസേ അത്തിന രക്ഷസ് കമന ഗഡഗസേ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഇന്ന് പകൽ ഇത് നിന്നോടാണെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ആമേൻ, ഇത് നീ ഈ ദൂതനെ പിടിച്ചോടെ. ഇത് പുറകെ ഇരിക്കുന്നവനെ വിടരുത്. നീ ഒരു കറ്റയാകാൻ പോവുക. നീ പട്ടണത്തിന് വേണ്ടി നിന്റെ മേൽ ദൈവം ഈ ദൂതിടുക. കുടുംബങ്ങൾക്ക് വേണ്ടി ഈ ദൂത് നിന്റെ മേൽ ഇട്ട് തരിക. ദേശങ്ങൾക്ക് വേണ്ടി receive the glory fire. മകത്വം തൊടുന്നു. അഭിഷേകം ചലിക്കുന്ന സമയം ചില കറ്റകൾ, ഇനി പ്രതീക്ഷയില്ലെന്ന് പറയുന്ന ചില കറ്റകള് സ്വർഗം വേർതിരിച്ച് നിർത്താൻ പോവുക. വേർതിരിച്ച് കർഷകന്റെ കൊയ്ത്തിൽ നിനക്ക് പ്രയോജനമില്ല, പക്ഷെ കാലങ്ങൾക്ക് ശേഷം നിന്റെ ദേശങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ. എവിടേക്കോ വെട്ടേറ്റ ചില കറ്റകള് നിങ്ങളെ സ്വർഗം മാറ്റി നിർത്തിയേക്കുക. Ramshadhara Dheri Regal Kamanagadaga Vaishasiya Dheri Riba Lava Hatuna Regal Kamanagadaga. Come on
ഈ ദൂത് നിന്റേതാണെന്ന് തോന്നിയ നീ വിടരുത്. കാരണം ഈ ദൂത് നിന്നിൽ നിവർത്തിയാകട്ടെ. നീ ഒരു കട്ടയാ, കുടുംബത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടതാ, കൂടപ്പിറപ്പുകളുടെ ഇടയിൽ നിന്ന് വെട്ടിമാറ്റിയതാ. പക്ഷെ സ്വർഗം നിന്നെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നീ ദർശനത്തിനുള്ളവരാ. വിശ്വസിക്കാൻ ആളുണ്ടോ ഇന്ന്? കുടുംബത്തിന്റെയും കൂടപ്പിറപ്പുകളുടെ ഇടയിൽ നിന്ന് നിന്നെ വെട്ടിമാറ്റി സ്വർഗം ഒരു കട്ടയാക്കി നിർത്തിയെങ്കിൽ നിനക്കും ചില ദർശനമുണ്ട്. ഒരു സീസണിൽ ആ ദർശനം നിറവേറപ്പെടാം. നീ അപ്പക്കാരന്റെ ദർശനം കണ്ടോ? കാക്ക കൊത്തി കൊണ്ടുപോകുന്നത്. പക്ഷെ ഇത് കറ്റയാ. ചിലത് കൊത്താതെ നിന്നെ വെട്ടി മാറ്റി സ്വർഗം സൂക്ഷിച്ചിരിക്കുന്നത് എന്റെ ദർശനത്തിന്റെ നിവർത്തീകരണത്തിന്. അതാ കറ്റയുടെ പ്രത്യേകത. ഇനി യോസേഫിനോട് ദൈവം പറഞ്ഞു, യോസേഫേ, ഞാറ് നടുമ്പം എനിക്ക് നിന്നെ ഒന്നും ചെയ്യാനില്ല. നെൽക്കതിരായി വിളയുമ്പോഴും ഞാൻ നിന്നൊന്നും ചെയ്യത്തില്ല. എപ്പോഴാണോ നീ കതിരാകുന്നത് അതിന് ശേഷമായി എൻ്റെ കരം നിന്നെ ഉയർത്തുന്നത്. ഈ ആത്മാവിലൊരു ദൂത് കൂടെ ഞാൻ പറയാം. നീ പ്രതീക്ഷിക്കുന്ന കച്ചിത്തുരുമ്പി വെച്ച് ദൈവം ചെയ്യത്തില്ല. എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നതാ. കർഷകന്റെ എല്ലാ പ്രതീക്ഷകളും തീരുന്നൊരു സമയമാ ഈ കറ്റ. വേരും തണ്ടും തമ്മിൽ ബന്ധം വിച്ഛേദിക്കുന്ന ഒരു സമയമുണ്ട്. ഇന്ന് പിന്നെ സ്വർഗം പറയുന്നു, ഇനി നിവരത്തില്ലെന്ന് കർഷകൻ പറയുന്നിടത്ത് ഞാൻ നിന്നെ നിവർത്തും. ഓ യെസ് 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 യെസ്. നിവരത്തില്ലെന്ന് അവൻ ഞാറ് നട്ടവൻ പറയുന്ന സീസണിൽ ഞാൻ നിന്നെ നിവർത്തും. എന്തോ ആത്മാവ് അതിശക്തമായി ചിലരോട് പറയുന്നു, അങ്ങനെയുള്ള സീസണുകൾ നിന്റെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ ഓർക്കണേ, കറ്റ നിവരേണ്ട സീസണാ. കറ്റ നിവരേണ്ട സീസണാ. ഇത് നടുന്ന സീസൺ അല്ല, ഇത് വളർന്ന് തലവെക്കുന്ന സീസൺ അല്ല. പ്രതീക്ഷയില്ലാത്ത കറ്റകൾ തല ഉയർത്തുന്ന സീസൺ. ശക്തമായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് പറയുന്നു, കാറ്റകൾ നിവരുന്ന സീസൺ തുടങ്ങാൻ പോവുക. വേരുറച്ചിട്ട് മാസങ്ങളെടുത്ത് വളർന്നാലേ ഉയരത്തുള്ളൂ എന്നല്ല, വെട്ടിയിട്ട കറ്റകൾക്കൊരു സീസൺ ഉണ്ട്. അവൻ എല്ലാവർക്കുമല്ല, യോസേഫിനെ പോലുള്ളവർക്ക്. ശ്രദ്ധിക്ക. യോസേഫേ, നീ ഒരു കറ്റയാ. നിന്റെ ദർശനം നാളുകൾക്ക് ശേഷം വെളിപ്പെടാനുള്ളതാ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ദാനിയേലിനോട് തമ്പുരാൻ പറഞ്ഞില്ലേ, നീ മുദ്രയിട്ട് വച്ചൊരു ദർശനം ഇത് പിന്നത്തേതിൽ നടക്കാനുള്ളതാ അല്ലേ? ചില ദർശനങ്ങൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം വെളിപ്പെടാനുള്ളതായിരിക്കും. ഇന്നേ കിടന്ന് പിടിച്ചിട്ട് കാര്യമില്ല. ഒരു ഹല്ലേലൂയോടെ പറ. കാരണം നീ അപ്പക്കാരനോ പാനപാത്രമാകുവാനല്ല, നീ യോസേഫാ. ഹല്ലേലൂയ. എന്തോ ദൈവാത്മാവ് ഇന്ന് പകലിൽ അതിശക്തമായിട്ട് നിങ്ങളോട് പറയുക, നീ കറ്റയാ. അവേ, ഈ ദർശനം നീ അങ്ങ് പിടിച്ചോ, നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ. ഇത് ഞാനാ ഈ കറ്റ. നല്ല ദർശനമാണ് കേട്ടോ. എൻ്റെ ദൈവമേ, കുടുംബം എന്നെ വെട്ടി, കൂടപ്പുറപ്പുകൾ എന്നെ വെട്ടി. ഇന്ന് കുടുംബത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥ. കൂടപ്പുറപ്പുകൾ എന്നെ മാറ്റി നിർത്തിയേക്കുക. പേടിക്കണ്ട, നീ കറ്റയാ. എന്നിട്ട് നീ നശിക്കാതിരിക്കുന്നു, ദൈവം സൂക്ഷിക്കുന്നുണ്ടാ. എന്നിട്ട് നീ വീഴാതിരിക്കുന്നു, തകരാതിരിക്കുന്നു, ദൈവം നിന്നെ കറ്റയാക്കി മാറ്റി വച്ചേക്കുന്നത് കൊണ്ടാ. ഇത് 10 കൊല്ലം കഴിഞ്ഞാലും നശിക്കത്തില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. യോസേഫ് ഒരു കറ്റയല്ലേ? ആണ്. യോസേഫ് ജനിച്ചത് എവിടാ? യാക്കോബിന്റെ വീട്ടിലാണ്. യാക്കോബിന്റെ കുടുംബം. ആരാ യാക്കോബ്? യാക്കോബിൽ നിങ്ങൾക്കറിയോ? ഈ പുള്ളി ഭയങ്കര പുള്ളിയാ. ആമേ. ചരിത്രത്തിൽ ഇസ്രായേൽ എന്ന പേര് നേടിക്കൊടുത്ത പുള്ളിയാ. ആര്? യാക്കോബ്. യാക്കോബിനോട് ചോദിച്ചു, യാക്കോബ് പറയും, യാക്കോബേ, എങ്ങനെയാണ് നിന്റെ ദൈവഭയം? ഇച്ചിരി കോപ്രായവും ഉണ്ട്, നല്ല ദൈവഭയവും ഉണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? ആമേ. ഇച്ചിരി ഉപായവും ഉണ്ട്, പിന്നെ ദൈവഭയം ഉണ്ട്. തമ്പുരാൻ പറഞ്ഞു, ഇന്നുകൊണ്ട് പരിപാടി നിർത്തിക്കോളാം, ഞാൻ നിന്റെ പേര് മാറ്റാൻ പോവുക. യാബോക്കിന്റെ കടവിൽ
ഒരു ദിവസം വൈകുന്നേരം പുള്ളി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടു, ഇവിടെ ആള് വന്നിട്ടുണ്ട്. ആരാ? ദൈവപുരുഷൻ. അവൻ പുള്ളി ഭാര്യയോട് മക്കളോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോ. എല്ലാവരും ധൃതിയിൽ അക്കരയ്ക്ക് കൊണ്ടാക്കിയിട്ട് പുള്ളി ഇക്കരെ ഒറ്റയ്ക്ക് വന്നു. എവിടെ? യാബോക്കിന്റെ കടവിൽ. വൈകുന്നേരം 7 മണിയായപ്പോൾ കയറി ദൂതനെ അങ്ങ് പിടിച്ചതാ. ദൂതൻ പറഞ്ഞു, എന്നെ വിടറ, ഞാൻ പോട്ടെ. പുള്ളി പറയാം, അങ്ങനെ ഇപ്പൊ പോണ്ട. ആമേൻ. പിടി വിടുന്നതിന് മുമ്പ് എനിക്ക് ചിലത് നേടാനുണ്ട്. ഇനി ജനിച്ച അന്ന് മുതൽ യാക്കോബ് നേടിയിട്ടേ ഉള്ളൂ, ഒന്നും കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് യാബോക്കിന്റെ കടവിലും ദൈവപുരുഷന്റെ മനസ്സിലായി, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ നിന്ന ചിലത് നേടും. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, നീ മുട്ടുമടക്കുക, ചിലത് നേടിയിട്ട് എഴിക്കണം. നീ പ്രാർത്ഥനാ മുറി കയറിയ ചിലത് നേടുന്നവനാകണം. നിന്നെ കാണുന്നവരത് മനസ്സിലാക്കട്ടെ. വൈകുന്നേരം 7 മണിക്ക് തുടങ്ങിയ മൽപ്പിടുത്തോ ഫൈറ്റിങ് ആരുമായിട്ടാ? യാക്കോബും ദൈവവുമായിട്ടാ ഒരു മൽപ്പിടുത്തം. 12 മണി കഴിഞ്ഞു, തീരുന്നില്ല. ഉറക്കം വന്നില്ലേ? പുള്ളിക്ക് ഈ സമയം ഉറക്കം വരില്ല. പുള്ളി പറയും, ഇന്നത്തെ ഉറക്കം നാളെ ഉറങ്ങാം. കാരണം എപ്പോഴും ഈ ദൈവ സാന്നിധ്യം കിട്ടുകയില്ല. ഇത് അറിയുന്നവർക്കായി സ്തോത്രം. ഈ സാന്നിധ്യമുള്ള സമയത്ത് 2 മണിക്കൂർ കുറച്ചുറങ്ങിയാലും കുഴപ്പമില്ല. ആ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുക. നിനക്കും നിന്റെ കുടുംബക്കാർക്ക് കിട്ടാത്ത ഒരു പേര് സ്വർഗം നിനക്ക് റിലീസ് ചെയ്യാൻ പോവുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിനക്കും നിന്റെ കുടുംബത്തിന് ലഭിക്കാത്ത ചിലത് സ്വർഗം നിനക്ക് കൈമാറും. രാത്രിയുടെ യാമങ്ങളിലെ പ്രാർത്ഥനകൾ വിടണ്ട. നീ മുറുകെ പിടിക്കുക. ഈ പ്രാർത്ഥന നിനക്കൊരു ബലമാകും. ഈ പ്രാർത്ഥന നിനക്കൊരു ശക്തിയായി മാറും. ഓ ഹല്ലേലൂയ. ഈ കട്ട എവിടാ കിടന്നേ? യാക്കോബിന്റെ വീട്ടിലാ. നേരം പുലർന്ന സമയത്ത് യാബോക്കിന്റെ കടവിൽ യാക്കോബ് പറഞ്ഞു, ദൂതൻ പറഞ്ഞു, യാക്കോബ് ഇനി കളിക്കരുത്, എന്നെ വിട്. അപ്പോഴാ യാക്കോബ് വാ തുറന്ന് പറഞ്ഞതാ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, ഗത്യന്തരമില്ല. ആമേൻ. പിടിവിടുന്നില്ല പുള്ളി. പിടിച്ച പിടി അങ്ങനെ. ദൈവജനം അങ്ങനെ ആകട്ടെ. ദൈവസന്നിധിയിൽ പിടിച്ചതായിരിക്കട്ടെ. പിടിവിടുന്നത് നിന്റെ കയ്യിൽ ചിലത് നേടിയിട്ടായിരിക്കണം. ബൈബിൾ പറയുന്നത്, അവിടെ വെച്ച് അവൻ അവനെ അനുഗ്രഹിച്ചു. ഓ, അവിടെ വെച്ച് അവനവനെ ബ്ലസ് ചെയ്തു. ബൈബിൾ പറയുന്നു, അന്ന് മുതൽ അവന്റെ പേര് ദൈവം വിളിച്ചു, നിന്റെ പേര് ഇസ്രായേൽ. ഓ ഹല്ലേലൂയ. ചിലതിനൊക്കെ പേര് ദൈവം മാറ്റും. ആമേൻ. നിന്റെ പേരിന് പഴയ പേരല്ല, ഇസ്രായേൽ. അപ്പൊ ദൈവമിട്ട പേര്, ദൈവത്തോട് മൽപ്പിടിച്ച് ജയിച്ചവൻ, അവന്റെ വീട്ടിനകത്ത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ഷാമം കയറി. ബാബാ എന്റെ കൂടെ പറഞ്ഞു നിങ്ങൾ ഒരു 5-10 മിനിറ്റൂടെ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. യാക്കോബ് എന്ന പേരിനെ ദൈവം മാറ്റിയിട്ട് പറഞ്ഞു, നീ അനുഗ്രഹമാ, നിന്റെ പേരിന് ഇസ്രായേലാ, ഞാനാ നിനക്ക് പേരിട്ടത്. ദൈവമിട്ട പേരുള്ളവന്റെ വീട്ടിൽ ഒരു കാലത്ത് ക്ഷാമം വന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പ്രാർത്ഥിച്ച യാക്കോബിന്റെ വീട്ടിൽ ക്ഷാമം വരാമോ? പാടില്ല. പക്ഷെ എങ്ങനെ വന്നു? സ്വർഗം പറഞ്ഞു, യാക്കോബേ, നിന്റെ വീട്ടിൽ ക്ഷാമത്തിന് മറുപടിയായി ഞാനൊരു കറ്റയെ വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിന്റെ 10 പിള്ളേരും കൂടെ അവനെ വെട്ടിയെടുത്ത് 20 വെള്ളിക്കാശിന് കാണ്ടികൾക്ക് മുമ്പേ വിട്ടികളഞ്ഞടാ. ഗ്ലോറി. എന്തോ ദൈവാത്മാവ് ഇന്ന് പകൽ ആരോടൊക്കെ പറയുന്നു, കാലങ്ങൾക്ക് ശേഷം ഇസ്രായേല് നിന്റെ വീട്ടിൽ ക്ഷാമം വരും. പക്ഷെ അതിന്റെ സൊല്യൂഷൻ യോസേഫ് തിരിച്ചറിയാത്ത, വെളിപ്പാടില്ലാത്ത ഒരു കൂട്ടം പേർ അവനെ വെട്ടി വിറ്റുകളഞ്ഞു. അവന് ദേശത്തിന് പുറത്താക്കി. ഇവിടെ ഇടുന്നുണ്ടോ? യോസേഫ് കട്ടയല്ലേ? കറ്റയാണെങ്കിൽ നിന്റെ വീട്ടിലെ അന്നമാടാവൻ. എന്ന് പകൽ കറ്റകളോട് സ്വർഗം പറയുക, നീ ചിലതിന്റെ അന്നമാ. അങ്ങനെയുള്ള ദൂത യോസേഫിന്റെ മേൽ കിടക്കുന്നേ. ആത്മാവിലൊരു ദൂത് കൂടെ ഞാൻ പറയാം. നീ കറ്റയാണെങ്കിൽ ചിലതിന്റെ വിശപ്പിന്റെ മറുപടിയാ, ചിലതിന്റെ ദാഹത്തിന്റെ മറുപടിയാ. ദേശങ്ങളുടെ വിശപ്പ നിന്നിലൂടെ, പട്ടണങ്ങളുടെ വിശപ്പ നിന്നിലൂടെ, ഈ ദേശത്തിന്റെ നടുവില് ചിലത് നിന്നിലൂടെ ചെയ്യാൻ സ്വർഗം താല്പര്യപ്പെടുന്നു. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് പകൽ ഈ ദർശനം നിറവേറട്ടെ.
വൈഷസ് പ്രൗഢി ബിരി കണ്ടക റഗൽ കമന കണ്ടകസിയ അത്യുന റഗൽ കമന വൈഷസ് പ്രൗഢി അംതര. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ആമേൻ. ഇവന്റെ വീട്ടിൽ ക്ഷാമം, യാക്കോബിന്റെ വീട്ടിൽ ക്ഷാമം വന്നപ്പോ യാക്കോബിന് അറിയില്ല എൻ്റെ വീട്ടിൽ കട്ടയുണ്ടായിരുന്നെന്ന്. പക്ഷെ നോക്കിയപ്പോ കട്ടയെ കാണാനില്ല. വെളിപ്പാടില്ലാത്ത കുറെ എണ്ണ ഇവനെ വിറ്റുകളഞ്ഞു, വിറ്റുകളഞ്ഞു. കിട്ടിയവൻ കൊണ്ടുപോയി. ഇപ്പൊ കിടക്കുന്നത് മിസ്രയീമിൽ. ഇപ്പൊ കിടക്കുന്നത് എവിടാ? മിസ്രയീമിൽ. ഞാൻ നിങ്ങളോട് പറയാം, യോസേപ്പേ, നിന്റെ അപ്പനല്ല കട്ട, നീയാ കട്ട. അർത്ഥം, നീ എവിടെ ഉണ്ടോ അവിടെ ധാന്യമുണ്ട്, നീ എവിടെ ഉണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. നീ മിസ്രൈമിലാണെങ്കിൽ മിസ്രൈമിൽ ധാന്യമുണ്ട്. അവൻ ക്ഷാമം എല്ലായിടത്തും വരേണ്ടതാ, മിസ്രൈമിൽ വരേണ്ടതാ. പക്ഷെ കറ്റ മിസ്രൈമെ കിടക്കുന്ന കൊണ്ട് അവൻ മിസ്രൈമിൽ ക്ഷാമം കയറുന്നില്ല. ദൈവാത്മാവ് ഒരു ദൂതയച്ചിലോട് പറയുന്നു, വരേണ്ട ക്ഷാമം നിന്റെ ദേശത്തോ നിന്റെ വീട്ടിലോ വരാതെ മാറിപ്പോകുന്നതിന്റെ കാരണം ഒരു കട്ടയാക്കി ദൈവം നിന്നെ നിന്റെ ദേശത്ത് നിന്റെ കുടുംബത്തിൽ നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഇത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. വൈഷസ് പ്രൗഢി ബിരി കണ്ടക റിഗല പ്രൗഢമന കണ്ടക റക്ഷസ് കമന കണ്ടകസേ in the mighty name of Jesus. ജൂഡാലാബ ലഹമസിയംതന യേശുവിൻ നാമം ജയം. ഗ്ലോറി, ഹല്ലേലൂയ. അല്ലേ, ഈ യോസേഫ് ഇവനല്ലേ കറ്റ. നാട്ടിനും വീട്ടിനും വേണ്ട. ഈ നാട്ടുകാരവനെ ഒതുക്കി, വീട്ടുകാരവനെ തള്ളി, ദേശത്തിന്റെ അതിരിന് പുറത്താക്കി. യോസേഫേ, നീ ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിൽ ക്ഷാമം വരത്തില്ലടാ. പക്ഷെ വന്നതിന്റെ കാരണം കറ്റ അവിടെ ഇല്ല. വാവ്, എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോവാ. ചില കട്ടകൾ എഴുന്നേക്കേണ്ട സമയമായെന്താ സ്വർഗം പറയുന്നു, ഇനി കട്ടകൾ കിടക്കേണ്ടതല്ല. ദർശനമുള്ള കറ്റ നിവരാൻ പോവുക, ദർശനമുള്ള കറ്റ നിവരാൻ പോവുക. ക്ഷാമത്താൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ചില ഭവനങ്ങളുടെ അകത്ത് നിന്നെ വെച്ച് ദൈവം മാനിക്കാൻ പോവുക. മിസ്രൈമുകൾ ദൈവത്തെ അറിയാൻ പോവുക. യെസ്, ഇന്ന് പകലിൽ അസാധാരണ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി, ചില ദർശനങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കാം. വൈഡൽ പ്രൗഢി ബിരി കണ്ടക റഗൽ കമന കണ്ടക ശന്തൽ കമന കണ്ടക ഷൈഡ പ്രൗഢി ബിരി കണ്ടകസേ യേശുവിന്റെ നാമത്തിൽ ജയം. Come on, come on, come on. ഹല്ലേലൂയ. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? പിടിയിടുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. യോസേഫേ, നീ ഇപ്പൊ എവിടാ? എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട, എൻ്റെ നാട്ടുകാർക്ക് എന്നെ വേണ്ട. വേണമെന്നുള്ളവൻ എന്നെ മേടിച്ച് മിസ്രൈമിൽ കൊണ്ടിട്ടിരിക്കുക. ഫറവോൻ സ്വപ്നം കണ്ടോ? ഫറവോന്റെ സ്വപ്നത്തിനകത്തുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ചുമ്മാ ഫറവോൻ സ്വപ്നം കാണത്തില്ല. യോസേഫ് പട്ടണത്തിൽ കിടക്കുന്നുണ്ട്, ഫറവോന് സ്വപ്നം കാണുന്നേ. അതൊരു കൃപയാ. ഹല്ലേലൂയ. അതൊരു കൃപയാ. ദർശനമുള്ളവനുണ്ടോ അടുത്ത് കിടക്കുന്നവൻ ദർശനം കാണും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അസംഭവം. ആമേൻ. രാജാവും സ്വപ്നം കണ്ടു. വ്യാഖ്യാനിപ്പാൻ അവിടുത്തെ ജോത്സ്യന്മാർക്ക് പറ്റിയില്ല. രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ അവിടുത്തെ മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും വിദ്വാൻമാർക്കും കഴിഞ്ഞില്ല. അവസാനം പാനപാത്രവാഹം പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം 3 ദിവസം കൊണ്ട് വ്യാഖ്യാനിച്ച് നിവർത്തിച്ചു തന്ന ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ പോയി വിളി. രാജാവ് പറഞ്ഞു, എന്നാ പിന്നെ അവൻ മതി. അവൻ അഡ്രസ് ഇല്ല, അപ്പനാരെന്നറിയത്തില്ല, അവൻ്റെ സ്ഥലം ഏതാണെന്നറിയത്തില്ല, അവൻ അടിമയാണ്. രാജാവ് പറഞ്ഞു, കുഴപ്പമില്ല, അവൻ മതി. വാവ്. ഇനി രാജാവ് അവനെ വിളിച്ചു. എൻ്റെ ഭാഷയെ ഞാൻ പറയാം, മുടിയൊക്കെ നേരാവണ്ണം വെട്ടി പുള്ളിയുടെ കൊണ്ടുവന്നപ്പോൾ നല്ല വസ്ത്രമില്ല, ജയിൽ പുള്ളിയുടെ വസ്ത്രമേ ഉള്ളൂ. രാജാവ് പറഞ്ഞു, അവന് നല്ല നേർമയുള്ളൊരു അങ്കി അങ്ങ് ധരിപ്പിക്കുക. നേർമയുള്ളൊരു വസ്ത്രം. അപ്പനിട്ടത് കൂടപ്പറപ്പ് ഊരി. പക്ഷെ ദൈവം അവന് വേണ്ടി 30ാമത്തെ വയസ്സിൽ നല്ലൊരു അങ്കി ധരിപ്പിച്ചു വെച്ചിരുന്നു. ഹല്ലേലൂയ. കൂടപ്പുറപ്പെടുത്തതിന് ഇവിടുത്തെ ഭാരപ്പെടണ്ട. രാജകീയമായത് നിനക്ക് വരാൻ പോവുക. വിശ്വസിക്കുന്നവരുണ്ടോ ഇതിനകത്ത്? അവൻ കുടുംബം എടുത്തതിന് ഇവിടുത്തെ ഭാരപ്പെടണ്ട. ചില റോയലായത് വാവ് നിനക്ക് വേണ്ടി സ്വർഗം വച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ഈ പകലിൽ ആത്മാവിൽ കാണുക. ഗ്ലോറി. ചില നഷ്ടങ്ങൾ നിന്നെ രാജകീയത്തിലേക്ക് കൊണ്ടുവരാൻ പോവുക. ചിലത് നിനക്ക് നഷ്ടമെന്ന് തോന്നി കരയാനല്ല. യോസേഫേ, അപ്പനിട്ട വാത്സല്യത്തിന്റെ അങ്കിയിൽ
കാട്ടുപൂച്ചയുടെ രക്തമൊഴിച്ച നീ മരിച്ചുപോയെന്ന് ശ്രുതിയും കൊടുത്തെങ്കിൽ, എടാ രാജാവിന്റെ കൊട്ടാരത്തിൽ നേർമയുള്ള അങ്കി ഒരു സാധാരണക്കാരന് ഇടാൻ യോഗ്യതയില്ലാത്ത അസാധാരണമായ വിലപിടിപ്പുള്ള ഒന്ന് നിനക്ക് വേണ്ടി കൊട്ടാരത്തിൽ വച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ പരിശുദ്ധ പറയുന്നു, പലതും നഷ്ടപ്പെട്ടവരുടെ സ്വർഗം പറയുക, നേർമയുള്ളതും അവൻ വിലപിടിപ്പുള്ളതുമായത് സ്വർഗം നിനക്ക് കരുതിയിട്ടുണ്ട്. ഓ യോസേഫിനെ വിളിപ്പിച്ചു. രാജാവ് കൊണ്ട് സ്വപ്നം പറഞ്ഞു, 7 നല്ല പശുക്കൾ, ശേഷം വരുന്ന 7 ഉണങ്ങിയ പശുക്കൾ. ഇങ്ങനത്തെ ദർശനം കണ്ട് അവൻ രാജാവിന്റെ ഉറക്കം പോയിരുന്നപ്പോഴാണ് യോസേഫിനെ വിളിച്ചു പറഞ്ഞു, യോസേഫേ, ഈ ദർശനം എന്താ? യോസേഫ് പറഞ്ഞു, പറ, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാം. പുള്ളി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 7 പുഷ്ടിയുള്ള പശുക്കൾ 7 സമൃദ്ധിയുടെ വർഷങ്ങൾ, അടുത്തു വരുന്ന മെലിഞ്ഞ പശുക്കൾ 7 ക്ഷാമത്തിന്റെ വർഷങ്ങൾ. 14 വർഷത്തിന്റെ ദർശനമാ രാജാവെ അങ്ങേക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പോ രാജാവ് ചോദിച്ചു, എന്നാ ഉണ്ടടാ ഇതിനൊരു മറുപടി? പുള്ളി പറഞ്ഞു, മറുപടി എന്റെ കയ്യിലുണ്ട്, ഞാനാ കറ്റ. വാവ്, ചിലയിടത്തൊക്കെ ദൈവം നിന്നെ കൊണ്ടു നിർത്താൻ പോവുക. അപ്പന്റെ വീട്ടിലെ കളപ്പൂര തീർന്നു, പക്ഷെ കറ്റ ഇല്ലാത്തോണ്ട് പിറ്റ 10 ചാക്കുമായി നടക്കുക. എന്ന ഫറവോന്റെ കൊട്ടാരത്തിൽ ഈ കറ്റയെ കൊണ്ടുവച്ചപ്പോ പുള്ളി പറയുക, സൊല്യൂഷൻ ഞാനാ. ഗ്ലോറി. നീ ചിലരുടെ സൊല്യൂഷനായി മാറാൻ പോവുക, നീ ചിലരുടെ മറുപടിയായി മാറാൻ പോവുക. എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആരോടൊക്കെ വ്യക്തമായി സംസാരിക്കുന്നു. ആമേൻ. ചിലരുടെ സൊല്യൂഷനാക്കി ദൈവം നിന്നെ ഉയർത്താൻ. ഗ്ലോറി. ഹല്ലേലൂയ. പുള്ളി പറഞ്ഞു, ഇതിന് മറുപടി ഉണ്ടാ. സമൃദ്ധിയുടെ 7 വർഷങ്ങൾ. ആമേൻ. ഈ വർഷങ്ങൾ കൊണ്ട് അടുത്ത ക്ഷാമത്തിന്റെ 7 വർഷത്തേക്കുള്ളത് ഞങ്ങൾ സ്വരൂപിച്ചാൽ 14 വർഷവും സുഭിക്ഷമായിരിക്കും. ശ്രദ്ധിക്ക, യാക്കോബിന്റെ വീട്ടിലല്ലേ വാസ്തവത്തിൽ കറ്റ നിന്നത്? ആണ്. എന്ന ചേട്ടന്മാര് പറഞ്ഞു, ഈ കറ്റ ഞങ്ങൾക്ക് വേണ്ട. ഒന്നുകൂടെ പറയാം, ഞങ്ങൾ വീട് കിടക്കുമ്പോഴും നിവരുന്ന കറ്റയെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ പറയാം, അവര് വിറ്റാൽ നിന്നെ നിവർത്താൻ ദൈവത്തിന്റെ കൂടപ്പിറപ്പിന്റെ സഹായം വേണ്ട. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ കൈമാറട്ടെ, നിന്നെ നിവർത്തുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം നിന്നെ നിവർത്തും. ഓ യെസ് 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 യെസ്. ഈ ദൂത ദൈവാത്മാവ് ചിലതോടെ കൈമാറുക. യെസ് 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 യെസ്. കുടുംബത്തിന്റെ സപ്പോർട്ടില്ലാതെ ചില കറ്റകൾ നിവരാൻ പോവുക. കുടുംബത്തിന്റെ സപ്പോർട്ടില്ലാതെ ചില കറ്റകൾ നിവരാൻ പോവുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ആത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, സാത്താൻ നിന്നെ ഒതുക്കിയെങ്കിൽ നിവരുന്ന ദർശനം നീ എന്ന കറ്റയ്ക്ക് സ്വർഗം ഇട്ടിട്ടുണ്ടെങ്കിൽ നീ നിവരും, നീ നിവരും, നീ നിവരും, നീ നിവരും. വാവ്. ഉണ്ടോ? ദൈവാത്മാവ് അതിശക്തമായി ചിലരോട് പറയുന്നു, നിവരാനുള്ളവർ ഈ ശബ്ദത്തിന്റെ മുമ്പിലുണ്ട്. നിവരാനുള്ളവർ ഈ ശബ്ദത്തിന്റെ മുമ്പിലുണ്ട്. നീ ഉള്ളത് കൊണ്ട്, നീ ഉള്ളത് കൊണ്ട് ചില ക്ഷാമങ്ങൾ മാറാൻ പോവുക. പട്ടണത്തിൽ നിന്നെ കറ്റയാക്കി ദൈവം നിർത്തുക. വീടിന് വേണ്ടെങ്കിൽ ഒറ്റ ദൂത് ഞാൻ പറയട്ടെ, വീട്ടുകാർക്ക് വേണ്ടെങ്കിൽ, നിന്റെ കുടുംബക്കാർക്ക് വേണ്ടെങ്കിൽ, ചില രാജ്യങ്ങൾക്കുള്ള കറ്റയായി ദൈവം നിന്നെ ഉയർത്താൻ. ദൈവ സാന്നിധ്യം നിന്റെ മേൽ വെളിപ്പെടാൻ പോവുക. അസാധാരണമായ ഒരു തീ ഈ പകൽ നിന്റെ മേൽ വ്യാപരിക്കും. നശിക്കുന്ന കറ്റയല്ല, നശിക്കുന്ന കറ്റയല്ല. വീട്ടിന് വേണ്ടെങ്കിൽ നിന്റെ നാടിന് വേണം. കുടുംബത്തിന് വേണ്ടെങ്കിൽ നിന്റെ പട്ടണത്തിന് വേണം. ഉണ്ടോ? അങ്ങനെ സ്വീകരിപ്പാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിച്ചോ. നിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുക. പിടിച്ചോ. ദൈവ സാന്നിധ്യം ഒരു അഗ്നി പോലെ ചില ശരീരങ്ങളിലേക്ക് ഈ പകലിൽ നിറയുക, 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 നിറയുക. വന്നതുപോലെ നീ പോകത്തില്ല. നീ കറ്റയാ സിസ്റ്ററെ, നീ കറ്റയാ ബ്രദറെ. വന്നതുപോലല്ല, നിന്റെ ദേശത്തിന് വേണം, നിന്റെ രാജ്യങ്ങൾക്ക് വേണം ചില ഒഴിഞ്ഞ കലവറകൾ. നീ മുഖേന നിറയപ്പെടാൻ പോവുകയാ. ചില ഒഴിഞ്ഞ കലവറകൾ, ഒഴിഞ്ഞ കലവറ. നീ പലരുടെ അന്നമാ. നിന്നെ കൊണ്ട് ദൈവം ദേശങ്ങളുടെ വിശപ്പ് മാറ്റാൻ. വാവ് വാവ്.
തൊടുക 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 സിസ്റ്റർ, തൊടുക മകത്വം തൊടുക. റീബ ലഹ മാസേ. ഓ പിടിച്ചോണേ. റീക ഭാഷേ. യെസ്. കാറ്റയ. ഓ കാറ്റയ. റബാ ഷാതറകമാന. റീബാല സെഖനിയ. കാറ്റയ ചിലത. ഇന്ന് പകൽ ആത്മാവ് അതിശക്തമായി പറയുന്നു, ചില കാറ്റകൾ. ഓ ഓ ഓ ഈ പട്ടണത്തിൽ ഒരു കാറ്റയായി. ഓ പിടിച്ചോണേ. യെസ് യെസ്. സ്വർഗം നിന്നെ എണ്ണിയിരിക്കുക. കുടുംബത്തിനകത്ത് വെട്ടേറ്റെങ്കിൽ ദേശത്തിന് തൃപ്തി വരുത്താം. ഓ റാകാബാസേ റീമാനാഷേ. ഓ തൊടുക ദൈവം തൊടുക. സാധാരണമായ മകത്വത്തെ നിന്റെ മേൽ ദൈവം ഇറക്കുന്നു ഇറക്കുന്നു. ഓ ഓ ഓ ദൈവത്തിന് ആവശ്യമുണ്ട്, ദൈവത്തിന് ആവശ്യമുണ്ട്. ഓ ഒരു അഗ്നി തൊടുക. കാലങ്ങൾക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചിരിക്കുന്ന ചില കറ്റയാക്കി യോസേഫിനെ പോലെ സ്വർഗം നിന്നെ ബ്ലസ് ചെയ്തു. ഓ ഓ ഓ ഓ പിടിച്ചോടെ. പിടിച്ചോ. ഓ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. സാര പൊട്ടെങ്കിൽ പിടിച്ചോ. പിടിച്ച് താഴെ. യാസ് യാസ് യാസ്. ഓ പിടിച്ച് താഴെ. ഓ ഓ കാലങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വച്ച ചില കാറ്റകൾ. എന്തൊന്ന് പകല ബ്ലെസ്സിങ്ങിനകത്ത് നടക്കുക. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർക്ക് പ്രാർത്ഥിച്ചോ. അസാധാരണമായ മഹത്വം ഇതിനകത്ത് വ്യാപരിക്കുന്നു. ആത്മാവ് ഇന്ന് പകലിൽ അതിശക്തമായി പറയുന്നു, നീ ഒരു കാറ്റയാ 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 കാറ്റയാ. ദൈവത്തിന് ആവശ്യമുണ്ട് സിസ്റ്ററെ. പ്രയോജനമില്ലെന്ന് പറയുന്ന സമയത്ത് ചില കാറ്റകൾ നിവരുന്ന. തൊടുക ദൈവം തൊടുക ദൈവം തൊടുക. അസാധാരണമായ മഹത്വം വെളിപ്പെടുന്നു. നിന്റെ വീടിനകത്തും സൂക്ഷിക്കപ്പെടുന്ന കറ്റ. ഓ റിസീവ്. യെസ്. മഹത്വം തൊടട്ടെ മഹത്വം തൊടട്ടെ മഹത്വം തൊടട്ടെ. ഹോളി സ്പിരിറ്റ് എവിടേക്കോ വെട്ടിക്കളഞ്ഞെങ്കിൽ സ്വർഗം ഇന്ന് പകൽ നിവർത്തുന്ന കഥയാക്കി. മഹത്വം തൊടുക നിന്റെ. ഓ സാധാന്യ മണ്ഡലങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. തൊടുക 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 തൊടുക. ആവശ്യമുണ്ട് ദൈവത്തിന്, ആവശ്യമുണ്ട് ദൈവത്തിന്. ഓ യെസ്. പിടിച്ചോ. The name of Jesus. ഒരു കറ്റയാ. വെട്ടേറ്റത് നശിക്കാനല്ല, അടുത്ത ദർശനങ്ങളുടെ സാക്ഷാത്കാരത്തിന്. ആത്മാവ് അതിശക്തമായി പറയുന്നു, ഈ 2024 നിനക്കൊരു സീസൺ ഉണ്ട്. വീണ് കിടക്കുന്ന ചില കാറ്റകളുടെ നടുവിൽ ഓ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു സീസൺ. ഓ തൊടുക ദൈവം തൊടുക തൊടുക. സകല പോരുകളും നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിയുന്നു. ഓ മഹത്വം ഇറങ്ങട്ടെ മഹത്വം ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം നിറയട്ടെ. ഹോളി സ്പിരിറ്റ് receive the power. Wow. Power of Holy Spirit. That's in the name of Jesus. Power. Oh. Power. Yeah. Wow. Wow.
Holy Spirit. ആത്മാവ് ഇന്ന് പകലിൽ അതിശക്തമായി പറയുന്നു, ചിലത് ഇതിനകത്തുനിന്ന് സ്വർഗം ചില കറ്റകളെ ദൈവത്തിന് വേണം. കാലങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ദർശനങ്ങളാ നീ. ശക്തമായി പരിശുദ്ധാത്മ പറയുന്നു, കാലങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ദർശനങ്ങൾ. കട്ടയാ ബ്രദറെ, കട്ടയാ. ഈ ദർശനത്തിലേക്ക് കയറി വാ സിസ്റ്ററെ, കയറി വാ. നിങ്ങള് കട്ടയാ. കൈയൊന്ന് പിടിച്ചോ. കുടുംബത്തിനകത്തുനിന്ന് കുടുംബക്കാരാൽ ഒറ്റപ്പെട്ട് നിങ്ങളെ മാറ്റി നിർത്തിയത് ചുമ്മാതല്ല. അവർക്ക് വേണ്ടെങ്കിൽ നിങ്ങളെ ദേശത്തിന് വേണം, ഈ പട്ടണത്തിന് വേണം. ഒരു മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഈ കറ്റ ഒരു സീസണിൽ ഉയരും. പല കറ്റകളും താഴ്ന്നു കിടക്കുന്ന ഒരു സീസണിൽ തെരഞ്ഞെടുക്കപ്പെട്ട കറ്റയാകുന്ന നിങ്ങളെ സ്വർഗം ഉയർത്തും. ഇന്നു പകലിൽ ആ ദർശനത്തിന്റെ സാക്ഷാത്കാരത്തിനായി മഹത്വം. അവിടേക്കോ ഒറ്റപ്പെട്ടില്ലേ, എവിടേക്കോ ഒതുക്കപ്പെട്ടില്ലേ? പക്ഷെ ഇന്ന് ആത്മാവ ദൂത് നിങ്ങളോട് പറയുക, ഒരു കറ്റയാക്കി ദൈവം നിങ്ങളെ നിർത്തുക. Come on, receive. Pass. ചില ദർശനങ്ങൾ പ്രാവർത്തികമാകേണ്ട സീസൺ. തീ തൊടുന്ന പോലെ ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടുക. തല മുതൽ കാൽ വരെ ഈ അഭിഷേകത്തിന്റെ കര റിസീവ് ദ പവർ. തൊടുക. Touch the power. റൽബഷേ. തൊടുക. ദൈവശക്തി. Receive power of Holy Spirit. Ralba shata rakamana. Rimana shekeriantana. Rachas katheriantana. Yes, Holy Spirit. Touch the holy power. തൊടട്ടെ, നിന്റെ പരിശുദ്ധാത്മാവ് തൊടുന്നു. പരിശുദ്ധാത്മാവ് തൊടട്ടെ. കറ്റ പോലെ തല ഉയർത്തേണ്ട മേഖലകളിൽ സ്വർഗം നിന്നെ ഉയർത്തട്ടെ. Right now, receive the glory. ഉയർത്തപ്പെടും സിസ്റ്ററെ. ആത്മാവ് അതിശക്തമായി നിങ്ങളോട് പറയുന്നു, ഉയർത്തപ്പെടും. വെട്ടിയവർ കാണുക, ഒരു സീസൺ നിനക്ക് വേണ്ടി തുറക്കും. വീട്ടിൽ ആ സീസൺ തുറന്നില്ലെങ്കിൽ മിസ്രൈമിൽ ആ സീസൺ തുറക്കും. നിറയപ്പെടും. ഈ കറ്റതിന്റെ വീട്ടിന് മാത്രമുള്ളതല്ല, ഈ കറ്റ ദേശങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകാൻ, പട്ടണങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകാൻ. മകത്വം തൊടുക. സാധാരണമായ ദൈവ സാന്നിധ്യത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് ഇതിനകത്ത് നിറയ്ക്കുക. Holy Spirit. Riba laha mase. Power. Power. Mighty anointing of Holy Spirit. യേശുവിന്റെ നാമത്തിൽ in mighty power. Ralba shata rakhamanase. Rimana shekenia. Power of Holy Spirit. ആഭിചാരങ്ങളും അങ്ങനെയുള്ള പോരുകളും ആ കുടുംബങ്ങളിൽ നിന്ന് പൊട്ടട്ടെ.
യെസ് 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 യെസ്. കറ്റയ നിവരും, താഴേണ്ടതല്ല നിവരും. കറ്റയ ബ്രദറെ, എന്റെ പട്ടണത്തിന് വേണ്ടി ദൈവം കണ്ടിരിക്കുക, ദേശങ്ങൾക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുക. നിവരാനുള്ള കറ്റയ, വീഴാനുള്ളതല്ല, ഒതുങ്ങാനുള്ളതല്ല. Now receive power. Oh yes 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 yes. ആ കറ്റകൾ നിവരൻ സീസണായി, നിവരേണ്ട സീസണുകൾ. Yes. Receive the anointing. ദൈവാത്മാവ് നിങ്ങളെ തൊടട്ടെ. തൊടുക തൊടുക തൊടുക. Holy Holy Spirit. Rimana Shekenia. Yes. Touch the name of Jesus. മകത്വം തൊടുക ബ്രദറെ. ദേശം ഈ തല ഉയർത്തേണ്ട ചില കറ്റകളാ പിശാച് ഒതുക്കുന്നുണ്ട്. ഈ സീസണിൽ അവന്റെ പിടിവിട്ട് കയറാൻ പോവുക, അവന്റെ പിടിയെന്ന് കയറാൻ പോവുക. പോത്തിപ്പറിന്റെ പിടിയെന്ന് വിട്ടതുപോലെ, തടവറയുടെ പിടിയെന്ന് വിട്ടതുപോലെ അടുത്ത സീസൺ നിനക്ക് വേണ്ടി. നിറയട്ടെ മകത്വം നിറയട്ടെ. അടുത്ത സീസൺ Holy Spirit, Holy Spirit, Holy Spirit. മകത്വം തൊടുന്നു ഇതിനകത്ത്. ശക്തമായ ദൈവാത്മാവ് ഇതിനകത്ത് നിങ്ങളെ തൊടുക. Yes, in the mighty name of Jesus. സകല പോരുകളെയും യേശുവിന്റെ നാമത്തിൽ I break it. തൊട്ടടേ. Lama Shekeri Ampena. Holy Spirit, മൂടി വച്ചിരിക്കുന്ന സകല പോരുകളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. മകളെ കെട്ടിയിരിക്കുന്ന കെട്ട ചില ബന്ധനങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ in mighty power of Holy Spirit. കർത്താവേ, ഒരു കറ്റയാ ആ ദേശത്തിന്റെ നടുവിൽ ഉയരണം. ഒതുക്കുന്ന ശക്തികളുടെ നടുവിൽ ഞാൻ ഈ കറ്റയെ ബ്ലസ് ചെയ്യുന്നു. Holy Spirit, പരിശുദ്ധാത്മാവേ, തൊട്ടുകയാൽ നന്ദി, തൊടുകയാൽ നന്ദി. നിന്റെ ശക്തി മക്കളുടെ മേൽ ചലിക്കട്ടെ. Wow. Holy, Holy, Holy Spirit. Rikhaba Laba Shantana. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. എൻ്റെ രോഗ സ്പിരിറ്റുകൾ നിങ്ങളുടെ ശരീരം വിടണം. ഉദരവേദനകൾ, യൂട്രസിൻ്റെ തകരാറുകൾ, നെഞ്ചിനകത്തെ പ്രയാസങ്ങൾ, തലയ്ക്കുള്ളിലെ ഭാരങ്ങൾ, കണ്ണിലെ പ്രയാസങ്ങൾ, അസ്ഥികളിലെ വേദനകൾ, നടുവിനെ പ്രയാസങ്ങൾ. ഇപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ വലത് കൈ തന്നെ നിങ്ങളുടെ രോഗമുള്ളിടത്തൊന്ന് വയ്ക്കുക. പരിശുദ്ധാത്മാവ് അത് കാണട്ടെ. നിങ്ങളുടെ വിശ്വാസം കൂടെ കർത്താവ് ഇപ്പോൾ കാണും. നിങ്ങളുടെ കൈ വയ്ക്കുന്നത് നിങ്ങളുടെ വിശ്വാസം പരിശുദ്ധാത്മാവ് കാണും. ആ ഭാഗം പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യും. ഇപ്പോൾ ചില സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കും. നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യം ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇന്ന് പകൽ സ്പർശിക്കുമ്പോൾ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹോളി സ്പിരിറ്റ്, കർത്താവെ, കൈകൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ആത്മാവിൽ കാണുക, മറ്റൊരു കരം അവിടെ തൊടും. ഓഫ് ഓഫ് നിന്റെ കൈയുടെ പുറത്ത് ആത്മാവിന്റെ കൈ. പിടിച്ചോ. Touch the power. Touch the power. Holy Spirit, touch the power. തൊടുന്നു തൊടുന്നു ദൈവാത്മാവ് തൊടുന്നു തൊടുന്നു തൊടുന്നു. ചില ശരീരങ്ങളിൽ നിന്ന് വൈദ്യന്റെ കൈ അല്ല, യേശുവിന്റെ കരം.
ചിലതിനെ റിമൂവ് ചെയ്യുന്നു. ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. വിടുക വിടുക വിടുക. നട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്നു. ചില ഭാരങ്ങൾ ഇറങ്ങിപ്പോകുന്നു. കൈകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, കാലുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, തലയിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോകുന്നത് പോലെ ഇപ്പോൾ റൈറ്റ് നൗ ഫ്രീ. സ്പിരിറ്റെല്ലാം അസൗകര്യം പിടിച്ചോ. യേശുവിന്റെ നാമത്തിൽ കെട്ടഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ശരീരം എല്ലാം വിട്ടുപോകുന്നു. ഒരു മനുഷ്യൻ തൊടുന്നില്ല നിങ്ങളെ. പരിശുദ്ധാത്മ തൊട്ടുകൊണ്ടിരിക്കുക. സൗഖ്യം, അസാധാരണ സൗഖ്യങ്ങൾ. ഹാർട്ടിനകത്തെ പ്രശ്നങ്ങൾ ഇപ്പൊ തൊടുന്നു, സൗഖ്യമാക്കുന്നു. കാലുകളിലെ പ്രശ്നങ്ങൾ തൊടുന്നു. ചിലതെല്ലാം ഇറങ്ങിപ്പോകുന്നു ശരീരത്തിൽ നിന്ന്. നീ അറിയാതെ നിന്റെ ശരീരത്തിൽ നിന്ന് ചിലതെല്ലാം വീണു പോവുക. ഹോളി സ്പിരിറ്റ് നൗ ടച്ച്. ഇറങ്ങിപ്പോ ഹോളി സ്പിരിറ്റ് ഇറങ്ങിപ്പോ. ചില ഭാരങ്ങളൊക്കെ അടിയുന്നു. ഉദരത്തിനകത്തെ പ്രശ്നങ്ങൾ അടിയുന്നു. ഹോളി സ്പിരിറ്റ് തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ തൊടുന്നു. കാൽമുട്ടുകളിലെ പ്രശ്നങ്ങൾ വിട്ടുപോകുന്നു. റൈറ്റ് നൗ ഫ്രീ. തലയ്ക്കകത്ത് അനുഭവിക്കുന്ന ചില ക്ഷീണങ്ങൾ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നു യേശുവിന്റെ നാമത്തിൽ. എന്തോ നിന്റെ ശരീരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അത് മണ്ണിലേക്ക് ഇറങ്ങിപ്പോകുന്നത് പോലെ ഇപ്പോൾ റൈറ്റ് നൗ ഫ്രീ ആകട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. ഇത്രയധികം പേര് പരിശുദ്ധാത്മാവ് തൊട്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ തൊട്ടിട്ടല്ല, അവിടെ ശരീരങ്ങളിലെ രോഗ സ്പിരിറ്റുകൾ പരിശുദ്ധാത്മാവ് തൊട്ടിട്ട് ഇറങ്ങിപ്പോയിരിക്കുവാണ്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നിങ്ങളെയും ദൈവം തൊട്ടിരിക്കുന്നു. വിശ്വസിക്കുക. നിങ്ങൾ സിസ്റ്റർ തൊട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങളിലൊരു വലിയ ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ കാണുകയാണ്. യെസ്, ഹോളി സ്പിരിറ്റ്. എവിടെ നിന്ന് വന്നേ? എറണാകുളത്തു നിന്നാണ്. സിസ്റ്ററാണ് വിളിച്ചിരുന്നത്. ഓക്കെ, പേരെന്നാ? ദിവ്യ. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിലൊരു വലിയ സൗഖ്യം നടക്കുവാണ്. ഞാൻ കാണുന്നൊരു കാഴ്ച, ഒരു പ്രാവ് പോലെ മഹത്വത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ശരീരത്തിലോട്ട് ഇറങ്ങി വരിക. ആ കൈ ഉയർത്തി പ്രാർത്ഥിച്ചോ സിസ്റ്ററെ? ആ കരത്തെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച് അതിനെ സ്വീകരിച്ചോ. നിന്റെ ശരീരത്തിൽ വലിയ ഡെലിവറൻസ് നടക്കുന്നു. റൈറ്റ് നൗ. മഹത്വം പിടിച്ചോ. തൊടുക. ഭയങ്കര ഡെലിവറൻസ് നടക്കുന്നു. പിടിച്ചോ. ഹോളി ഫയർ. തൊടുക. പല ശരീരങ്ങളിൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. സൗഖ്യങ്ങൾ. തലപ്പെരുപ്പുകൾ, തലവേദനകളൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ മോളെ പരിശുദ്ധാത്മാവ് കാണുക. മോളെന്റെ പേരെന്തുവാ? ജ്യോതി. എന്ത് ചെയ്യുന്നു മോള്? അമ്മയുടെ ഇവളുടെ ശരീരത്തെ പിശാച് കെട്ടിയിരിക്കുന്നു. ചിന്തകളെ കെട്ടിയിരിക്കുന്നു, ബുദ്ധിയെ കെട്ടിയിരിക്കുന്നു. ഞാനൊരു കെട്ടിനകത്ത് കാണും. വരിഞ്ഞ് ചുറ്റി കെട്ടിയിരിക്കുന്ന ഒരു കെട്ട്. വരിഞ്ഞ് ചുറ്റി കെട്ടിയിരിക്കുന്ന ചില കെട്ട്. എത്ര വയസ്സായി? 37 വയസ്സായി. വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കെട്ട് ദൈവം അഴിക്കുക. എത്ര മക്കളാണ് നിങ്ങൾക്ക്? റൈറ്റ് നൗ ഹോളി സ്പിരിറ്റ്. കണ്ണടച്ച് പ്രാർത്ഥിച്ചോളെ. നിന്നെ ദൈവം സൃഷ്ടിച്ചത് എവിടെയും മുറിക്കകത്ത് ഒതുങ്ങാനല്ല, ജീവിക്കാനാ. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ മകൾക്കൊരു ഭാവി ഉണ്ടാകണം. ഈ മകൾ ജീവിക്കണം. യേശുവേ, ഈ മകളുടെ ബുദ്ധിയെയും ചിന്തകളെയും കെട്ടിയിരിക്കുന്ന കെട്ട യേശുവിൻ നാമത്തിൽ പൊട്ടിക്കുന്നു. The mighty name of Jesus. Holy Spirit. അപ്പാ, ഹിമദാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല കെട്ടുകളും
പാരമ്പര്യ സ്പിരിറ്റുകളെ ഇപ്പോൾ ഞാനതിനെ അഴിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ബലഹീനതകൾ വിട്ടുപോട്ടെ.